വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വബഅദ്. ആദരണീയരായ പണ്ഡിതന്മാരെ, ഉമ്മപങ്ങന്മാരെ, നാട്ടുകാരെ, സഹോദരി സഹോദരങ്ങളെ, വളരെ അധികം സമയം നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അവരുടെ പ്രസംഗം കേൾക്കാനാണ് ധാരാളം പേർ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് എന്ന് നല്ല ബോധ്യമുണ്ട്. ഹമീദ് ഫൈസി അവരോട് ക്ഷമ ചോദിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്നത് ശരിയല്ല. ഏതൊരു മനുഷ്യനെയും സംബന്ധിച്ചിടത്തോളം അവന്റെ ജന്മനാട് വളരെ പ്രധാനമാണ്. നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു എന്നതിൽ ആർക്കും സ്വാഭാവികമായി തോന്നുന്ന സന്തോഷം എനിക്കും തോന്നിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അള്ളാഹു പറയപ്പെട്ട നല്ല വാക്കുകളൊക്കെ പരലോകത്ത് നമുക്ക് ഗുണം കിട്ടുന്ന പ്രാർത്ഥനകളായി സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്യുക മാത്രം ചെയ്യുന്നു. നാട്ടുകാരല്ലാത്ത കുറെ ആളുകളും ഇവിടെ ഉണ്ട്. പക്ഷെ അവരൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ടവരും അയൽവാസികളുമാണ്. ഈ നാട് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരുപാട് നന്മകൾ ചെയ്ത നാടാണ്. മഹാന്മാർ പലരും ഈ നാട്ടിൽ കടന്നുപോയിട്ടുണ്ട്. കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, അദ്ദേഹം ഈ നാട്ടിൽ 11 വയസ്സുവരെ ജീവിച്ച മാന്യദേഹമാണ്. ഹമീദ് ഫൈസി ഒക്കെ അറിയുന്നതിന് വേണ്ടി ആ കാറ് കടന്നു പോകുന്നത് അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള റോഡിലാണ്. ഈ ഭാഗത്താണ് അദ്ദേഹത്തിന്റെ വീട് വരുന്നത്. അപ്പോൾ ചാലിലാകത്ത് കുഞ്ഞഹമ്മദാജിയെ പോലുള്ള വലിയ ആളുകൾ ജീവിച്ച കേരളത്തിന്റെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന് ദിശ തിരിച്ചു നൽകിയ ഒരു പ്രദേശമാണ് ഈ പ്രദേശം. ഈ പ്രദേശം ധാരാളം പണ്ഡിതന്മാരും നല്ല മനുഷ്യന്മാരും അടങ്ങുന്ന പ്രദേശമാണ്. ഈ നാട്ടുകാരൻ എന്ന നിലക്ക് കടന്നുപോയ കുട്ടിക്കാലം തൊട്ട് കടന്നു പോന്ന കുറെ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളൊക്കെ ഓർക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോ എന്നെപ്പറ്റി കുറച്ചധികം ഇവിടെ പറയപ്പെട്ടതുകൊണ്ട് ഞാൻ വാസ്തവത്തിൽ ആ ഡോക്യുമെന്ററി കൊണ്ട് ആ ഭാഗം തീരുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ബഷീർ മാഷ് വളരെയധികം പറഞ്ഞുപോയി. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ എന്റെ ഉസ്താദുമാരായിട്ടുള്ള കുറെ ആളുകൾ കടന്നുപോയിട്ട് നമ്മുടെ ചെറുകര ആലവി മുസ്ലിയാർ, ഞങ്ങൾ പീച്ച് കാക്ക എന്ന് വിളിക്കുന്നു, അതുപോലെ ആലവി മുസ്ലിയാർ, പിന്നെ ഗുരുതുല്യം ഞാൻ കണക്കാക്കി പോന്നിരുന്ന ഒരുപാട് ആൾക്കാർ, നമ്മുടെ CP ബാപ്പു മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ബാപ്പ കുഞ്ഞായ മുസ്ലിയാർ, അതുപോലെ ഞാൻ എന്റെ വീടിന് ഒരുപാട് പണ്ഡിതന്മാരുള്ള ഈ നാട്ടിൽ എന്റെ വീടിന് തറക്കല്ലിടാൻ ഞാൻ പിടിച്ചത് ഏന്തിപ്പാപ്പയാണ്. അങ്ങനെയുള്ള കുറെ വയസ്സന്മാരും നല്ല മനുഷ്യന്മാരും ഒക്കെ ഈ നാട്ടിൽ കടന്നുപോയിട്ടുണ്ട്. ഈ നാട് നല്ല നാടായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്ന, പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം ആഹ്ലാദം പങ്കിടുന്ന നാടായി ഇനിയും മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഐക്യമുള്ള, പൊട്ടിപ്പൊളിയാത്ത, മുസ്ലിങ്ങളൊക്കെ ഒത്തൊരുമിച്ച് കഴിയുന്ന, സ്നേഹിക്കുന്ന, സ്നേഹം കൊടുക്കുന്ന, വാങ്ങുന്ന ഒരു നാടായി ഈ നാടിനെ ഇനിയും നിലനിർത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അബ്ദുൽ ഹമീദ് ഫൈസി അവരോട് വീണ്ടും ക്ഷമ ചോദിക്കുകയാണ്. അദ്ദേഹം ഒരുപാട് ദീർഘയാത്ര ചെയ്യേണ്ട വീട്ടിലെത്താൻ. അപ്പോ അദ്ദേഹം വളരെ അടുത്തൊരു സ്നേഹിതനായതുകൊണ്ട് പൊറുക്കുമെന്ന് വിചാരിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കട്ടെ. നിങ്ങൾക്ക് ഒരുപാട് സമയം നഷ്ടപ്പെട്ടു. പക്ഷെ അബ്ദുൽ ഹമീദ് ഫൈസിയുടെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിന്റെ അസാധാരണമായ വാക്വിലാസത്തിലൂടെ മുസ്ലിം കേരളത്തിന്റെ മനം കവർന്ന പ്രോദ്ബോധിത പ്രഭാഷകൻ, സുന്നി യുവചേതനയുടെ ആശയവും ആവേശവുമായി മാറിയ സുന്നി യുവജന സംഘം സംസ്ഥാന കാര്യദർശി ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈലി സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു. അധ്യക്ഷന് വേണ്ടി ആദരപുരസ്സരം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അമ്മാ ബഅദ്. ഏറെ ആദരണീയനായ
അബ്ദുൽ ഹക്കീം ഫൈസി, ബഹുമാന്യരായ KP മുഹമ്മദ് മൗലവി, സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ, സയ്യിദ് ഉമർ അലി തങ്ങൾ, ബഹുമാന്യരായ കാരണവന്മാരെ, പണ്ഡിതന്മാരെ, എന്റെ സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ, ഏറെ സന്തോഷം പകരുന്ന അനുഭൂതിദായകമായ നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നുപോയത്. ഒരുപക്ഷെ നിങ്ങളെക്കാളൊക്കെ ഏറെ കൂടുതൽ ഇദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാരുടെ ആഗമനത്തിൽ മനസ്സറിഞ്ഞ് കാലങ്ങളായി സന്തോഷിക്കുന്ന കൂട്ടത്തിലാണ് ഈ വിനീതൻ. മഹാനായ മർഹൂം ചാലകത്ത് കുഞ്ഞഹമ്മദാജി താമസിച്ച നാടാണ് ഇത് എന്ന് പറയുമ്പോൾ പുതിയ അറിവാണ്. കേരളത്തിലെ മദ്രസാ രംഗത്ത് ഓത്തുപള്ളി സിസ്റ്റത്തിൽ നിന്ന് മാറ്റം വരുത്തി ബെഞ്ചും ഡെസ്കും ബോർഡും ചോക്കുമൊക്കെ ഉപയോഗിച്ച് ഒരു ക്ലാസ് സിസ്റ്റത്തിൽ മദ്രസ പരിഷ്കരിച്ചത് കേരള ചരിത്രത്തിൽ ആദ്യമായി ചാലകത്തെ കുഞ്ഞഹമ്മദാജി മഹാനവറുകളായിരുന്നു. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം താമസിച്ചൊരു പ്രദേശത്ത് മതരംഗത്ത് തന്നെ ഇത്തരം വിപ്ലവാത്മകമായ ഒരു പ്രവർത്തന പദ്ധതിയുമായി മുന്നോട്ട് വരാൻ കഴിയുന്ന ബഹുമാന്യനായ ഫൈസിയെ പോലുള്ള അദ്ദേഹം മാത്രമല്ല, ആദർശേരി ഹംസക്കുട്ടി മുസ്ലിയാർ അവർകൾ, അദ്ദേഹത്തിന്റെ അഭാവത്തിലാണ് നമ്മൾ. അദ്ദേഹവും കേരളത്തിലെങ്കിലും പുറത്ത് കാഴ്ചവച്ച വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ ഏറെ അഭിമാനകരമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല സത്യസന്ധമായി ദീനീ രംഗത്ത് നവോത്ഥാനത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ എല്ലാ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും എല്ലാ അർത്ഥത്തിലുള്ള തൗഫീഖും നൽകി അവർക്ക് എല്ലാവിധ ഉയർച്ചയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. സുദീർഘമായി പ്രസംഗിക്കുന്നില്ല. കുറഞ്ഞ സമയത്തിനകം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ഇന്ന് കേരളത്തിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് ആധികാരികമായി നായകത്വം നൽകുന്ന സംഘം സമസ്ത കേരള ജംഇയ്യത്തുൽ എന്ന കാര്യം നമുക്കൊക്കെ അറിയാം. ഈ ചരിത്രം ഇവിടെ 14 നൂറ്റാണ്ടുകൾക്ക് ശേഷം എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഇന്നലകളിലേക്ക് കടന്നുപോയാൽ വളരെ മഹത്തായ ഒരു പൈതൃകവും പാരമ്പര്യവും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പ്രത്യേക ഉത്കൃഷ്ട വിഭാഗമാണ് നാം. നമ്മുടെ ഈ നേർരേഖ പോലെ കിടക്കുന്ന ഈ കേരളത്തിന്റെ മാപ്പ് നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങകലെ കന്യാകുമാരിക്കപ്പുറം കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ദ്വീപാണ് ശ്രീലങ്ക അല്ലെങ്കിൽ സിലോൺ. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ആ സിലോൺ സന്ദർശിക്കാനായി മഹാനായ പ്രവാചക പ്രഭു അഷ്റഫുൽ ഹൽക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയരും അനുകരണീയരുമായ അനുചരന്മാർ യാത്ര തിരിക്കുകയാണ്. അന്ന് അറബ് നാട്ടിൽ വരുന്ന കപ്പലുകൾക്ക് നങ്കൂരമിടാനുള്ള പോർട്ട് കൊടുങ്ങല്ലൂരിൽ മാത്രമാണുള്ളത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. അവർ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി വീണ്ടും സിലോണിലേക്ക് പോകുന്ന മാർഗമധ്യേ കൊടുങ്ങല്ലൂരിൽ അന്നത്തെ രാജാവുമായി സംവദിക്കുകയും പ്രവാചകരുടെ ആഗമന വിവരം അറിയുകയും ചെയ്തപ്പോൾ ശ്രീലങ്കയിൽ പോയി തിരിച്ചു വരുന്ന മാർഗമധ്യേ രാജാവ് കൂടെ പോകാൻ താൽപര്യം കാണിക്കുകയും പ്രവാചക തിരുമേനിയെ കാണുകയും ഇസ്ലാം ആശ്ലേഷിക്കുകയും മാർഗമധ്യേ മരണപ്പെടുകയും കൂട്ടുകാരെ ഇങ്ങോട്ട് അയക്കുകയും ചെയ്ത് അവരാണ് ദീനിന്റെ സന്ദേശം കേരളത്തിലെത്തിയതെന്ന് ചില ചരിത്രരേഖകളിൽ പറയുന്നു. അന്ന് മഹാന്മാരായ അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിവരന്മാർ
കേരളത്തിൽ ഈ ദീനിന്റെ വെള്ളി വെളിച്ചവുമായി കടന്നു വരുമ്പോൾ ഹൈന്ദവ സഹോദരങ്ങളാണ് ഇവിടെയൊക്കെ. പ്രകടമായ ഒരു പ്രശ്നം അവർക്കിടയിലുള്ള ജാതീയതയായിരുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ജാതീയതയും അസ്പൃശ്യതയുമില്ലാതെ എല്ലാവരെയും ഒന്നായി കാണുന്ന ഒരു സംസ്കാരം. അപ്പുറത്ത് ഹിന്ദു സുഹൃത്തുക്കളാകട്ടെ താഴ്ന്ന ജാതിക്കാരെ ഏറെ മോശമായി കാണുന്ന ഒരു അധസ്ഥിത വിഭാഗമായി, ഉയർന്ന ജാതിക്കാർ നടന്നു പോകുന്ന മാർഗമധ്യേ നിൽക്കാൻ പോലും അവകാശമില്ലാത്ത, ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പോലും അവകാശമില്ലാത്ത, ഉയർന്ന ജാതിക്കാരൻ കഴിക്കുന്ന കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോലും അവകാശമില്ലാത്ത ഒരു താഴ്ന്ന വിഭാഗമായി താഴ്ന്നവരെ പരിഗണിക്കുകയും ഉയർന്നവർക്ക് എല്ലാവിധ മാനുഷികമായ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ആദരണീയരായ പ്രവാചക പ്രഭുവിന്റെ അനുകരണീയരായ അനുചരന്മാർ കേരളത്തിൽ വന്ന് ഈ സാഹോദര്യത്തിന്റെ മതമായ സത്യസന്ധമായ ദീൻ കേരളത്തിൽ പ്രബോധനം ചെയ്തപ്പോൾ ആളുകൾ ഇസ്ലാമിൽ ആകൃഷ്ടരായി. 5 നേരം പള്ളിയിൽ നിസ്കരിക്കുന്ന കാഴ്ച ആളുകൾ അത്ഭുതത്തോടുകൂടി നോക്കിക്കണ്ടു. ഇന്നലെ ഇസ്ലാമിലേക്ക് കടന്നുപോയ താഴ്ന്ന ജാതിക്കാരനായ ക്ഷത്രിയനും അല്ലെങ്കിൽ ശൂദ്രനും ഇന്നലെ അറബ് നാട്ടിൽ നിന്ന് കടന്നു വന്ന ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട പ്രവാചകരുടെ അനുചരന്മാരും ഒരുപോലെ സൊഫായി ഒരു ഇമാമിന്റെ നേതൃത്വത്തിൽ അണിയണിയായി നിസ്കരിക്കുന്ന ഹൃദയാവർജകമായ ദൃശ്യം അവർ കണ്ടപ്പോൾ എന്തൊരു അംഗീകാരമാണ് ഇവർക്ക്. അന്നത്തെ രാജാവ് ഇത് കണ്ടപ്പോൾ പാടിയത്രേ, ഒത്തുനമിക്കുന്നു ചിട്ട തെറ്റാതിവർ, ചിത്തം നമിക്കുന്ന കൃത്യം ഇതല്ലോ. മുമ്പിൽ ബ്രഹ്മാവിൻ ബിംബങ്ങളില്ല, ഗണപതിയുമില്ല, ശ്രീകൃഷ്ണ ഭഗവാനുമില്ല. മുമ്പിൽ ബ്രഹ്മാവിന്റെയോ ഗണപതിയുടെയോ ശ്രീകൃഷ്ണന്റെയോ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കാതെ ഏതോ ഒരു അഭൗതിക ശക്തിക്ക് മുമ്പിൽ ഒരു ഇമാമിന്റെ നേതൃത്വത്തിൽ പട്ടാള ചിട്ടയോടുകൂടി നമിക്കുന്ന ഏതോ ഈ വിഭാഗം അത്യുത്കൃഷ്ടമത്ര എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ഒഴുകിയെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ആ നല്ലവരായ സദ്വൃത്തരായ പ്രവാചകന്മാരുടെ അനുചരന്മാരും തൊട്ടടുത്ത തലമുറയും ജീവിച്ചിരുന്ന ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടം കേരളത്തിൽ നല്ലൊരു കാലഘട്ടം. നൂറ്റാണ്ടുകൾ കടന്നുപോയി. ബക്കറ്റ് പിരിവ് ആരംഭിക്കുകയാണ്. സഹോദരന്മാർ, നമ്മുടെ പതിവനുസരിച്ച് വേണ്ട വിധം സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഉണർത്തുകയാണ്. നൂറ്റാണ്ടുകൾ കടന്നുപോയി. കേരളത്തിൽ ഇസ്ലാം ഏറെ വികാസം പ്രാപിച്ചു. നിരവധി പണ്ഡിത പ്രതിഭകൾ കേരളത്തിൽ കടന്നു വന്നിരിക്കണം. പക്ഷെ അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ ചരിത്ര രേഖകളോ ഗ്രന്ഥങ്ങളോ ഒന്നും ഇന്ന് ലഭ്യമല്ല. അവരുടെ ചരിത്രം നമുക്ക് അജ്ഞാതമാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ പിന്നീട് ഇസ്ലാമിക പ്രബോധന രംഗത്ത് ചില തളർച്ചകൾ വന്നപ്പോൾ നവോത്ഥാന നായകന്മാരായി മഹാന്മാരായ മഖ്ദൂമിങ്ങൾ പൊന്നാനി കേന്ദ്രീകരിച്ച് കടന്നുവന്നു. അവർ വലിയ പണ്ഡിത പ്രതിഭകളായിരുന്നു. അന്നത്തെ മഖ്ദൂമിങ്ങൾ വലിയ യോഗ്യരായ പണ്ഡിതന്മാരായിരുന്നു എന്ന് മാത്രമല്ല, ചില ചരിത്രങ്ങളിൽ പറയുന്നു മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദ് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈത്തമി മക്കിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈത്തമി എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ഷാഫി മദ്ഹബിന്റെ പണ്ഡിതൻ കേരളത്തിൽ തന്റെ ശിഷ്യന്റെ അടുക്കൽ വരികയും ഇവിടെ 10 ദിവസം താമസിച്ച് തിരിച്ചു പോവുകയും ചെയ്തു എന്ന് ചില ചരിത്രരേഖകൾ പറയുന്നു. ആ നിലയിൽ യോഗ്യരായ മഹാപണ്ഡിതന്മാരുടെ കാലഘട്ടം. പിന്നെയും നൂറ്റാണ്ടുകൾ പിന്നിട്ടു. ഇസ്ലാമിക സമൂഹത്തിൽ ചില തളർച്ചകൾ വന്നപ്പോൾ പുതിയ നവോത്ഥാനത്തിന്റെ നായകന്മാരായി രംഗത്ത് വന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ സമുന്നതരായ സ്ഥാപകകാല നായകന്മാർ. അവർ രംഗത്ത് വന്ന ശേഷം മൂന്നാമത്തൊരു ഘട്ടം പുതിയൊരു മുന്നേറ്റം കേരളത്തിൽ ദൃശ്യമായി. ആ മുന്നേറ്റത്തിന്റെ പ്രകടമായ ഉദാഹരണങ്ങളാണ് ഈ കാണുന്ന വാഫി സംവിധാനവും വഫിയ സംവിധാനവും ഹുദവി സംവിധാനവും ആധുനിക ജാമിയയുടെ ജൂനിയർ കോളേജ് സംവിധാനങ്ങളുമൊക്കെ. ഇന്ന് ഇസ്ലാമിക വിജ്ഞാനം പ്രബോധന രംഗം വളരെ വികാസം പ്രാപിച്ച് പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ഒരു നല്ല സംവിധാനമാണ് കേരളത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. 9482 മദ്രസകൾക്ക് സമസ്ത നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വല്ലാത്ത സംഭവമാണ്. ലോക ചരിത്രത്തിൽ നിന്ന് തുല്യതയില്ല ഇതുപോലുള്ള പണ്ഡിത പ്രതിഭകൾ ജീവിച്ചിരിക്കുന്ന ഈ നാട്ടിൽ ലോകം വളരെ വിശാലമാണെങ്കിലും ഈ കൊച്ചു കേരളത്തിന്റെ ഒരു സവിശേഷത,
ഈ 9482 മദ്രസ എന്ന് പറയുമ്പോൾ അടുത്ത 2ാം ശനി വരുമ്പോൾ വീണ്ടും 5, 8, 10 മദ്രസകൾ കൂടും. ഓരോ മാസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള ഈ വാഫി, ഹുദവി, ജാമിയ, ജൂനിയർ കോളേജുകൾ, 150ഓളം കോളേജുകൾ, വിദ്യാഭ്യാസ രംഗം എത്രമാത്രം പന്തലിച്ച് വികാസം പ്രാപിച്ച് ഇന്ന് നമുക്ക് മുമ്പിൽ പരിമളം പരത്തിക്കൊണ്ട് കിടക്കുകയാണ്. ഈ വലിയ സംവിധാനത്തിന്റെ തുടക്കം ബറക്കത്ത്, അതൊരു തുടക്കത്തിന്റെ ബറക്കത്ത് തന്നെയാണ്. കാരണം ഈ സംവിധാനത്തിന് സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് തുടക്കം കുറിച്ചത് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുദ്ദക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളാണ് അതിന്റെ സ്ഥാപക അധ്യക്ഷൻ. ആദർശേരി അംസക്കുട്ടിയുടെ പ്രഭാഷണത്തിൽ നിങ്ങൾ കേട്ടു. അതിന്റെ തുടക്കക്കാരനാണ് മഹാനായ പാങ്ങിൽ മർഹൂം അഹമ്മദ് കുട്ടി മുസ്ലിയാർ. നവ്വറല്ലാഹു മർഖദ, അവരുടെ ദറജ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെ പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്തെങ്കിലും അദ്ദേഹം ആദരവ് കൊണ്ട് ഞാൻ പ്രസിഡന്റ് ആകുന്നില്ല, തങ്ങളുണ്ട്, തങ്ങളാകട്ടെ എന്ന് പറഞ്ഞാണ് തങ്ങളെ പ്രസിഡന്റാക്കി. അത്ര വലിയ മഹാന്മാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കിടയിലും അംഗീകാരമുള്ള ദുആ കിതാബത്തുള്ള കറാമത്തുകൾ പ്രകടമായി കാണുന്ന സത്യസന്ധതയുടെ നിഷ്കളങ്കതയുടെ നിറകുടങ്ങളായ ആ മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളും സാദാത്തുക്കളും രൂപം കൊടുത്ത സമസ്ത കേരള ജംഇയ്യത്തുലമ. അന്ന് ആ മഹാനായ സയ്യിദ് അവർകൾ സമസ്ത കേരള ജംഇയ്യത്തുലമ രൂപീകരിക്കുമ്പോൾ 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന ഭക്തി നിർഭരമായ പ്രാർത്ഥന നടത്തിയിട്ടാണ് ഈ സംവിധാനത്തിന്, യോഗത്തിന് തുടക്കം കുറിച്ചത് എന്ന് ഗുരുവര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഒരു പരിപാടിക്ക് ദുആ ചെയ്യുമ്പോൾ ഒരു 3-4 മിനിറ്റ് കൊണ്ട് ദുആ കഴിയും. 1 മണിക്കൂർ നീണ്ട ഭക്തി നിർഭരമായ പ്രാർത്ഥന മഹാന്മാരായ ഔലിയാക്കളും ആരിഫീങ്ങളും ഈ ദുആക്ക് ആമീനെടുക്കുന്നു. തീർച്ചയായും അന്നവർ നമ്മൾ ഇന്നീ കാണുന്ന പ്രവർത്തനങ്ങളുടെ വിജയത്തിനും ഭാവിയിൽ വരാനിരിക്കുന്ന വിജയങ്ങൾക്കും ഈ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നമുക്കൊക്കെ വേണ്ടി തീർച്ചയായും പ്രാർത്ഥിച്ചിരിക്കണം. അതിന്റെയൊക്കെ ഫലമായിട്ട് തന്നെയാണ് ഈ വളർച്ച, ഈ വികാസം. എന്റെ സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുലമ അപ്പുറത്ത് പ്രവർത്തിക്കുന്നത് ഒന്ന് മുജാഹിദ് പ്രസ്ഥാനം. വിദ്യാഭ്യാസ രംഗത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം 0 ആണ്. അവരുമായി അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കറിയാം, അവർക്ക് പള്ളി ദർസുകളില്ല, അവർക്ക് വാഫി കോളേജുകളില്ല, അവർക്ക് ഹുദവി കോളേജുകളില്ല, അവർക്ക് ജാമിയ നൂരിയ പോലുള്ള സ്ഥാപനങ്ങളില്ല. അവർക്ക് മതം പഠിക്കാനുള്ള ഏക മാർഗം അഫ്ളലുൽ ഉലമ അറബി കോളേജാണ്. അഫ്ളലുൽ ഉലമ അറബി കോളേജിലേക്ക് നല്ല മാർക്കുള്ള കുട്ടികൾ +2 പോകും. മാർക്ക് കിട്ടാത്ത കുട്ടികളാണ് അഫ്ളലുൽ ഉലമക്ക് ചെയ്യുക. ഈ അഫ്ളലുൽ ഉലമ 5 കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞാൽ എത്രമാത്രം കുറഞ്ഞ വിവരമാണ് അവർക്ക് ലഭിക്കുക എന്ന് അഫ്ളലുൽ ഉലമ പഠിച്ച എനിക്കറിയാം. വേറെ സംവിധാനം അവർക്ക് മതം പഠിക്കാനില്ല. പിന്നെ മുജാഹിദ് പ്രസ്ഥാനം എങ്ങനെയാണ് നിലനിന്നതെന്ന് ചോദിച്ചാൽ അവർ പങ്കുവെക്കുന്ന ചർച്ച ഞാൻ കേട്ടിട്ടുണ്ട്. സുന്നിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആദ്യകാലത്തെ മഹാപണ്ഡിതന്മാരായിരുന്നു നമ്മുടെ മുതൽക്കൂട്ട്. ഇപ്പൊ മരിച്ച കേരളത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് AP അബ്ദുൽ ഖാദർ മൗലവി ഉൾപ്പെടെയുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ ആ തുടക്ക കാലഘട്ടത്തിൽ സുന്നിയിൽ നിന്ന് അങ്ങോട്ട് വന്നാൽ ഇവിടെ പഠിച്ചു നല്ല പണ്ഡിതന്മാരാണ്. ഇന്ന് പണ്ഡിതന്മാരുടെ അഭാവം വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ആ പ്രസ്ഥാനത്തെ. ഇന്ന് അവർക്ക് സമ്പാദിക്കാനുള്ള കെൽപ്പൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമി പിടിച്ചു നിൽക്കാൻ പല ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പല കോഴ്സ് നടപ്പായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ കുട്ടികൾ അങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നില്ല. എന്തേ പ്രശ്നം? ഈ ഇസ്ലാമിക സ്പിരിറ്റ്, മതബോധം നമ്മുടെ സുന്നി മക്കൾക്കുണ്ട്. അവർക്ക് ഭൗതിക ചിന്തയാണ്, മക്കളെ ആകർഷിക്കാൻ സാധിക്കുന്നില്ല. വലിയ ദാരിദ്ര്യമാണ് വളർന്നു വരുന്ന അത്തരം ആളുകളുടെ മേഖലകളിൽ. നമ്മൾ എന്തൊരു വളർച്ചയിലാണ്, എന്തൊരു നേട്ടത്തിലാണ്, എന്തൊരു പുരോഗതിയിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാകട്ടെ. ആമിന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഈ വിജയത്തിന്റെ രഹസ്യം ഞാൻ സൂചിപ്പിച്ചത് ഈ മഹാന്മാരായ ഈ പണ്ഡിതന്മാരും സാദാത്തുക്കളും തുടക്കം കുറിച്ച ഈ സംവിധാനത്തിന്റെ ബറക്കത്ത്, അതിന്റെ ഐശ്വര്യ, അതിന്റെ സമൃദ്ധി. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ സമസ്തയുടെ ഒരു ഭാഗമാണ് ഈ മദ്രസ പ്രസ്ഥാനം പറഞ്ഞത്. ഈ 10,000-ഓളം വരുന്ന മദ്രസകൾ ഇത്ര ശാസ്ത്രീയമായി, ഇത്ര വ്യവസ്ഥാപിതമായി 12 ലക്ഷം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനം ലോക ചരിത്രത്തിൽ തുല്യതല്ല എന്നുള്ള ആലങ്കാരിക പ്രയോഗമല്ല. സൗദിയിൽ ഈ സംവിധാനമില്ല, ഈജിപ്തിലില്ല, അറബ് രാജ്യങ്ങളില്ല, ലോകത്തൊരു രാജ്യത്തും ഇത്ര വലിയ സംവിധാനമില്ല. എന്താ ഈ സംവിധാനം ഇത്ര വളരാൻ കാരണം? തുടക്കത്തിന്റെ ബറക്കത്താണ്.
മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു അവരുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മുൻഗാമികളൊക്കെ നല്ലവരാ, നമുക്കിവിടെ ഉറച്ചവിടെ നിൽക്കാം. തങ്ങളാണ് ഈ സമസ്തക്ക് മദ്രസ പ്രസ്ഥാനം തുടങ്ങുന്നതിനെ കുറിച്ച് മുഷാവറയിൽ ആദ്യമായി ചർച്ച വെച്ചത്. തങ്ങൾ മുൻകൈയെടുത്താണ് മഹാന്മാരുടെ കൂട്ടത്തിൽ തുടക്കം കുറിച്ചത്. അതിന്റെ ബേസിക് ഫണ്ട് മഹാനായ തങ്ങളുടെ നാടായ കൊയിലാണ്ടിൽ വെച്ച് ഇതുപോലെ ആളുകളെ വിളിച്ചുകൂട്ടി വയൽ നടത്തിയിട്ട് കൈപ്പിന് വെളുത്തിട്ട് 200-ൽ പരം രൂപ ശേഖരിച്ചിട്ടാണ് ഈ സംവിധാനത്തിന് തുടക്കം കുറിച്ചത്. ഇന്ന് സമസ്ത വിദ്യാഭ്യാസ ബോർഡിന് കേരളത്തിനകത്തും മറ്റു സ്ഥലങ്ങളിലുമായി കോടാനുകോടി രൂപയുടെ സ്ഥലങ്ങളുണ്ട്, ആസ്തിയുണ്ട്, കെട്ടിടങ്ങളുണ്ട്. ഓരോ വർഷവും ഈ 12 ലക്ഷം കുട്ടികൾക്ക് മിനിമം 50 ലക്ഷം പുസ്തകം പ്രിന്റ് ചെയ്ത് വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു സംവിധാനം, ബറക്കത്തുള്ള സംവിധാനം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ബറക്കത്തും ഈ സത്യസന്ധതയും ഈ മഹത്വവും സമസ്തയുടെ ആദ്യകാലം തൊട്ട് നമ്മുടെ മഹാന്മാരായ ഉലമാക്കളിൽ, ആരിഫീങ്ങളിൽ, സാദാത്തുകളിൽ എന്നും കാണാൻ നമുക്ക് സാധിക്കും. എവിടെ നോക്കിയാലും കാണാൻ സാധിക്കും. നല്ലവരായ ആളുകളൊക്കെ ഈ സംവിധാനത്തിന്റെ കൂടെ എക്കാലത്തും നിന്നിട്ടുണ്ട്. നിങ്ങളിങ്ങനെ കേരളത്തിൽ പരിശോധിച്ചു നോക്കും. ഈ സംവിധാനത്തിന്റെ ബറക്കത്തും ഇതിന്റെ മഹത്വവും ഇതിന്റെ സത്യസന്ധതയും നോക്കാൻ ചരിത്രവും തെളിവുകളും രേഖകളും ഒന്നും പരിശോധിക്കേണ്ടതില്ല. നമ്മളിങ്ങനെ വസ്തുതകൾ ഇങ്ങനെ വിലയിരുത്തിയാൽ മതി. ഞാൻ ചോദിക്കട്ടെ, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങൾ സമസ്തയുടെ സ്ഥാപക 926-ൽ ഇത് സ്ഥാപിക്കുമ്പോൾ ഇതിന്റെ പ്രസിഡന്റായിരുന്ന തങ്ങൾ അവർകൾ വഫാത്തായി കിടക്കുന്ന സ്ഥലമാണ് കോഴിക്കോട് വരക്കൽ പ്രദേശം, പുതിയങ്ങാടി. കോഴിക്കോട് സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത്. ഈ വരക്കൽ തങ്ങളുടെ മക്കാമുള്ള സ്ഥലത്ത് അവരുടെ പൂർവികരായ ഒരുപാട് ആളുകൾ ഖബറുകളുണ്ട്. അത് തൊട്ടുപ്പുറത്ത് ചേർന്നാണ് അദ്ദേഹത്തിന്റെ വീട്, പഴയൊരു വീട്. അദ്ദേഹത്തിന് ആൺകുട്ടികളില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട സ്ത്രീകളും ചില ബന്ധുക്കളുമൊക്കെയാണ് ആ വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. ഈ തങ്ങളുടെ മക്കാമും ആ പരിസരവും ഉൾക്കൊള്ളുന്ന പ്രദേശം നിലവിലുള്ള സംവിധാനം വെച്ച് സുഖസുന്ദരമായി സമസ്ത കേരള ജംഇയ്യത്തിൽ നിന്ന് വേറിട്ട് പോയ വിഭാഗത്തിന് കൈക്കലാക്കാൻ സാധിക്കുമായിരുന്നു. കാരണം ഞാൻ കൃത്യമായി അറിയുന്നവനാണ്. ആ മക്കാമിന്റെ തൊട്ടപ്പുറത്താണ് മഹല്ല് ജുമാഅത്ത് പള്ളി, പുതിയങ്ങാടി മഹല്ല് ജുമാഅത്ത് പള്ളി. അവിടെയാണ് മക്ബറയും ജുമാഅയും ജമാഅത്തും ഒക്കെ. ആ പള്ളിയിൽ 2 കൊല്ലം ദർസ് നടത്തിയവനാണ് ഞാൻ. എനിക്കവിടുത്തെ കൃത്യമായ വിവരം, തങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അന്ന് ആ മക്കാമിന്റെ സ്വഭാവവും സ്ഥിതിയൊക്കെ നേരിട്ടറിയുന്നവനാണ് ഞാൻ. ആ തങ്ങളുടെ വീട്ടിൽ, വരക്കൽ തങ്ങളുടെ വീട്ടിലുള്ള ഒരു പുതിയാപ്പള എന്നാണ് കോഴിക്കോട് ഒരു മരുമകൻ. അദ്ദേഹം ജോലി ചെയ്യുന്നത് അന്ന് സിറാജ് പത്രത്തിലാണ്. എന്നുവെച്ചാൽ അങ്ങനത്തെ ആളുകളൊക്കെ കൂട്ടിപ്പിടിച്ച് അവർ പരമാവധി കൊണ്ടു നടക്കും. അവരെ പത്രത്തിലാണ് ജോലി ചെയ്തത്. ഇത് പണത്തിന്റെയും സ്വാധീനത്തിന്റെയും കാര്യങ്ങൾ പരിശോധിച്ചാൽ എല്ലാം അവരുടെ കയ്യിൽ റെഡിയാണല്ലോ. ശരിക്ക് സമസ്ത സ്ഥാപിച്ച സ്ഥാപകന്റെ മക്കാമും പരിസര പ്രദേശങ്ങളും വിലക്കെടുത്ത് അത് അവരുടെ കേന്ദ്രമാക്കി മാറ്റാനുള്ള എല്ലാ ഭൗതിക സൗകര്യങ്ങളും റെഡി. ഈ തങ്ങളെ പിടിച്ച് കാര്യങ്ങൾ നല്ല പണം കൊടുത്ത് വാങ്ങിയാൽ മതി. പക്ഷെ പടച്ച റബ്ബിന്റെ സംവിധാനം നോക്കുക, മഹാത്മാക്കളായ ആളുകളുടെ ഇടപെടലുകൾ നോക്കുക. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ അസ്ഹരി തങ്ങൾ, അള്ളാഹു മഹാനവർക്ക് ആഫിയത്തും ദീർഘായുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമസ്തയുടെ മുൻ അധ്യക്ഷൻ, അദ്ദേഹം രോഗശൈലിയില്ല. അള്ളാഹു ഓരോ സംവിധാനം, മഹാത്മാക്കളുടെ ഓരോ ഇടപെടലുകൾ. ആ സമയത്ത് തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റായി വന്നു. തങ്ങൾ പ്രസിഡന്റായി വന്ന സമയത്ത് മഹാനായ ശംസുദൗലക്ക് ചില ബോധോദയങ്ങളുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ ബന്ധപ്പെട്ടു, ആ വീട്ടിലെ സ്ത്രീകളുമായി സംസാരിച്ചു. ഈ സ്ഥലം സമസ്ത കേരള ജംഇയ്യത്തുകൾക്ക് നിങ്ങൾ നൽകണം. അവർക്ക് വലിയ സന്തോഷമായി. തങ്ങളാണ് ഇവർ കുടുംബ. ആ സ്ഥലം സമസ്ത കേരള ജംഇയ്യത്തുലമ ഏൽപ്പിച്ചു. സുന്ദരമായി ഇനി സമസ്ത കേരള ജംഇയ്യത്തുലമയാണ് ആ മക്കാമും കേന്ദ്രവും കാര്യങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ കേന്ദ്രം അവർ കിട്ടുമായിരുന്നെങ്കിൽ എന്തൊക്കെ അവകാശവാദങ്ങളും എന്തൊക്കെ സത്യം ഞങ്ങളുടെ കൂടെയാണ്, എന്തൊക്കെയാണ് അവർ പറയുന്ന സ്വഭാവം വെച്ച്. ഞാൻ സൂചിപ്പിച്ചത് ഇതൊന്നും സമസ്തന്റെ കഴിവല്ല. ഇതൊന്നും ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുടെ പ്രത്യേകമായ മികവ് കൊണ്ടല്ല. മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീകളും സ്ഥാപിച്ച ഈ സംഘം
ഈ മരണപ്പെട്ടു പോയ മഹാത്മാക്കൾ തന്നെ നമ്മൾ വലിയൊരു തുടർച്ചയാണ്. മഹാനായ മാലിക് ദിനാറിന്റെ പാരമ്പര്യം, മഖ്ദൂമിയുടെ പാരമ്പര്യം, ആ പാരമ്പര്യം ഏറ്റെടുത്ത് കേരളത്തിൽ ദീൻ സത്യസന്ധമായി നിലനിർത്താൻ മുന്നോട്ട് വന്ന വലിയ സംവിധാനത്തിന്റെ നായകന്മാരായ ഈ ശില്പികൾ അവർ മരണപ്പെട്ടു പോയാലും ആത്മീയമായി ഭൗതിക ലോകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുന്നത്, പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും മരിച്ചുപോയ മഹാത്മാക്കളെ കുറിച്ച് സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്ന ഷാഫി മദ്ഹബിന്റെ ആധികാരിക ഫത്വ ഗ്രന്ഥമായ നമ്മുടെ തുഹഫയുടെ വ്യാഖ്യാനമായ ഷെർവാനിയിൽ കൃത്യമായി സിയാറത്തിനെ കുറിച്ച് പറയുന്നിടത്തൊരു മസല പറഞ്ഞിട്ടുണ്ട്. അമ്മാദി നഹബി ദുആ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണെങ്കിൽ ഫതുസുന്നു ലിക്കുല്ലി മുസ്ലിം, ഏത് മുസ്ലിമിന്റെ ഖബർ സിയാറത്ത് ചെയ്തോ സുന്നത്താണ്. നമുക്ക് എവിടെ നമ്മുടെ മക്ബറയിൽ പോയിട്ട് ആർക്ക് വേണ്ടിയും സലാം പറഞ്ഞ് ഫാത്തിഹ ഓതി ദുആ ചെയ്യാം. എന്നാൽ അവിടെ തന്നെ പറയുന്നു അമ്മാരി തബറുക്, ബറക്കത്ത് ഇങ്ങോട്ട് കിട്ടാനാണെങ്കിലോ ഫതുസന്നു ലി അഹ്ലിൽ ഖൈർ, എന്നാൽ അഹ്ലുൽ ഖൈറിന്റെ ഖബറുകൾ സിയാറത്ത് ചെയ്യണം. ആരാണ് ഈ അഹ്ലുൽ ഖൈർ? അല്ലാഹുവിന്റെ ഔലിയാക്കളും ആർഫീങ്ങളും സാദാത്തുക്കളും. അവരെ ഖബർ അവരെ സിയാറത്ത് ചെയ്താൽ ബറക്കത്ത് ഇങ്ങോട്ട് കിട്ടും എന്ന് പറയാൻ കാരണം അവിടെ പറയുന്നത് കാരണം ലിഅന്നലഹും, കാരണം വിശുദ്ധാത്മാക്കൾക്കുണ്ട് ഫീ ബറാസിഹിം, അവിടെ ബർസഖിയ ജീവിതത്തിൽ, ഖബർ ലോകത്തിന്റെ ജീവിതത്തിൽ തസറുഫാത്തിൻ, അവർ ഭൗതിക ലോകത്ത് ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്ക് നിങ്ങൾ ആ വാചകം, തസറുഫാത്തിൻ, അവർ ഭൗതിക ലോകത്ത് ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബറക്കാത്തിൻ, ബറക്കത്തുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലാ യുഹ്സാ അദദുഹു, അതിന്റെ എണ്ണം ക്ലിപ്തപ്പെടുത്തപ്പെടാൻ സാധ്യമല്ല, ലിമിറ്റഡ് അല്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നു. അതുകൊണ്ട് മഹാത്മാക്കളെ സിയാറത്ത് ചെയ്താൽ ആ പുണ്യം, ആ ബറക്കത്ത് നമ്മുടെ കാര്യങ്ങളിൽ അവർ ഇടപെടും, അല്ലാഹുവോട് പ്രാർത്ഥിക്കും എന്ന കാര്യം പ്രകടമായി ചൂണ്ടിക്കാണിക്കും. ആ മഹാത്മാക്കൾ ഇടപെട്ടതുകൊണ്ടാണ് ആ മക്കാമ് സമസ്ത കേരള ജംഇയ്യത്തുകളുടെ പരിപാലന നേതൃത്വത്തിൽ വന്നത്. വേണ്ട, മമ്പറ മക്കാം നിങ്ങൾ നോക്കും, നമ്മളൊക്കെ മമ്പറ മക്കാമിൽ പോയവരല്ലേ. മമ്പറം സയ്യിദ് അലവി തങ്ങളെ നമ്മുടെ ഓരോ ദുആയിൽ പേരെടുത്ത് പറയുന്ന വലിയ മഹാനല്ലേ മമ്പറം സയ്യിദ് അലവി തങ്ങൾ. അവരൊക്കെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മമ്പറം തങ്ങളുടെ മക്കാമിൽ നിലവിലുള്ള രാഷ്ട്രീയ സ്വാധീനവും സമ്പത്തിന്റെ സ്വാധീനവും മറ്റ് മികവുകളും വെച്ചു നോക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും തന്ത്രത്തിലൂടെ കേസ് നടത്തിയിട്ടെങ്കിലും നമ്മുടെ രാജ്യത്തെ സംവിധാനമനുസരിച്ച് ആ മക്കാമ് പിടിച്ചെടുക്കാൻ മറുവിഭാഗത്തിന് സാധിക്കട്ടെ. മമ്പറം മക്കാമ് ആകാൻ നമ്മുടെ കയ്യിലായി നമ്മളത് ആഘോഷിക്കുന്നില്ല. നമ്മൾ വളരെ ശാന്തര, മനസ്സിലാക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നത് മാത്രം. മഹാത്മാക്കൾ എവിടെയുണ്ട് എന്നാണ് ചിന്തിക്കേണ്ടത്. സത്യത്തിൽ ആ മമ്പറം മക്കാമിന്റെ പരിപാലനം ഏറ്റെടുക്കാൻ വേണ്ടി എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടും ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു പോയി. ഇപ്പൊ അപ്പുറത്ത് സമാന്തരമായ സംവിധാനം ആ സുഹൃത്തുക്കൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ മമ്പറം മക്കാമിന്റെ പരിപാലനം പടച്ച റബ്ബ് ആ കുടുംബത്തിന് തോന്നിപ്പിച്ചു. അവസാന ഘട്ടത്തിൽ എല്ലാ നിരക്കും തീരുമാനമായത് സമസ്ത കേരള ജംഇയ്യത്തുകളുടെ ഉത്തരവാദപ്പെട്ട ഘടകം നടത്തുന്ന ചമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി ഏൽപ്പിക്കാൻ പടച്ച റബ്ബ് സംവിധാനം ഉണ്ടാക്കിയതിനാൽ മമ്പറം തങ്ങൾ സംവിധാനപ്പെടുത്തി മഹാത്മാക്കൾ ഇടപെടുന്നുണ്ട്. സത്യം എവിടെയാണെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക്, നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ആളുകൾക്ക് പടച്ച റബ്ബ് നേർക്കുനേരെ ഇവിടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. ഇത് ഒറ്റപ്പെട്ട സംവിധാനങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫ്യങ്ങളുമായി അറിയപ്പെട്ട ആളുകൾ പരിശോധിച്ചു. മഹാനായ ശൈഖുന തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹുടെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരെ കുറിച്ച് ഒരു ഉയർന്ന ആളല്ല എന്ന ഒരു അഭിപ്രായമുള്ള ആൾ കേരളത്തിൽ കടന്നുപോയിട്ടില്ല. ഒരുവിധ ആളുകളൊന്നും ശംസുറമായി ഇ കെ ഉസ്താദ് ആദരിക്കാറില്ല പാണ്ഡിത്യത്തിന്റെ പേരിൽ. പക്ഷെ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർക്ക് വളരെ ആദരം കൊടുത്തു. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. തങ്ങളെ കുറിച്ചുള്ള അനുഭവം എന്റെ സുഹൃത്ത് തൃപ്പനച്ചി മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു മുഅല്ലിം പറയുന്നു. ഞാനൊരു ദിവസം കാലത്ത് മദ്രസയിലേക്ക് തൃപ്പനച്ചിയിലൂടെ ഞാൻ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോ ഒരു കാറ് വന്ന് എന്റെ സമീപത്ത് നിർത്തി. അവർ വലിയ കാർ. അപ്പൊ ഗ്ലാസ് താഴ്ത്തി നോക്കും, പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ ചോദിച്ചു, മുഹമ്മദ് മുസ്ലിയാരെ എവിടെ കാണാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തങ്ങപ്പ ഞാൻ ആകെ പേടിച്ചു പോയി, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും, ഇന്ന സ്ഥലത്ത് പറയാൻ പറ്റൂല, നമ്മൾ തെരഞ്ഞു നോക്കിയാൽ കിട്ടും പറഞ്ഞു. ഇന്ന് അങ്കിതി കയറാൻ പറ്റുമോ ചോദിച്ചു. വലിയ സന്തോഷമായി ഞാൻ കയറി തെരഞ്ഞു പിടിച്ച് കാണിച്ചു കൊടുത്തു. മഹാനായ തങ്ങൾ അവർ നേരിട്ട് വന്ന് ദുആ ചെയ്യിപ്പിച്ച മഹാനാണ് തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ. ആ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരുടെ സ്ഥിതി എന്തായിരുന്നു?
എന്റെ സുഹൃത്തുക്കളെ, അദ്ദേഹം പറഞ്ഞ വാക്കുകളും പ്രവർത്തനങ്ങളും അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളും ഞാൻ വിശദീകരിക്കുന്നില്ല. അദ്ദേഹത്തിന് മഹാനായ ശംസുൽ ഉലമ ഉൾപ്പെടെയുള്ള സാദാത്തുക്കളോടും മഹാന്മാരായ ഉലമാക്കളോടും എന്തൊരാദരവാണ്, എന്തൊരു നിലപാടാണ് സ്വീകരിച്ചതെന്ന് പരക്കെ പ്രകടമായ നാട്ടിൽ അറിയപ്പെടുന്ന സത്യമാണ്. സമസ്ത കേരള ജമാഅത്ത് വേറിട്ട് പോയ ആളുകൾ സ്വീകരിച്ച സമീപനവും പച്ചയായി പ്രകടമാണ്. ആ നാട്ടിൽ ഇന്നും ഒരു ദൃക്സാക്ഷികൾ. അതുകൊണ്ടാണല്ലോ മറുഭാഗത്തുള്ള നേതാക്കന്മാർക്ക് അദ്ദേഹം വഫാത്തായിട്ടവിടെ മയ്യിത്ത് നിസ്കരിക്കാൻ വരാൻ പോലും ധൈര്യമൊന്നുമില്ല. അദ്ദേഹം മഹാനല്ലാതെ അർത്ഥം ആർക്കുമില്ലല്ലോ. ഞാൻ സൂചിപ്പിക്കുന്ന ഈ വലിയ വലിയ മഹാന്മാരായ ആളുകളൊക്കെ എവിടെ നിൽക്കും? നമ്മൾ അവരെ ക്യാമ്പയിൻ ചെയ്ത് നമ്മൾ പിന്നെ സ്വീകരിക്കാൻ ആശംസാ പ്രസംഗം, പുസ്തക പ്രകാശനം, ആ തങ്ങൾപ്പാപ്പനെയാണ് കാര്യമാണ്, ഉസ്താദിനെ വലിയ ഇറങ്ങി ഓരോ സ്റ്റേജിൽ ഒന്നും ചെയ്യുന്നില്ല. അവരൊക്കെ അവരെ വഴിക്ക് നടക്കുക. മഹാനായ മർഹൂം കന്യാര മൗല നവ്വറ അല്ലാഹു ബറക്കതഹുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ വലിയ വലിയ മഹാന്മാരല്ലേ. അദ്ദേഹം പട്ടിക്കാടുകാരനാണ്. ഒരു ത്വരീഖത്തിന്റെ ആത്മീയ സരണിയുടെ നായകനാണ്. അദ്ദേഹത്തിന്റെ കറാമത്തുകൾ പരക്കെ അറിയപ്പെട്ടതാണ്. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് വെള്ളത്തിന് ക്ഷാമുണ്ട്. ഏപ്രിൽ മെയ് വന്നാൽ വെള്ളത്തിന് വലിയ പ്രശ്നമാണ്. ഒരുപാട് കിണറുകൾ കുഴിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടില്ല. അവസാനം കന്യാല മൗല വന്നിട്ട് പ്രസിഡന്റ് ശിഹാബ് തങ്ങളോട്, ഇപ്പൊ വഫാത്തായിപ്പോ ശിഹാബ് തങ്ങളോട് ചോദിച്ചു, തങ്ങളെ ഒരു കിണർ കുഴിക്കാൻ ഞങ്ങൾ എനിക്ക് അനുമതി തരോ, ഞാനൊന്ന് കുഴിച്ചോക്കട്ടെ. അവിടെ വെള്ളം കിട്ടുന്നില്ല, എവിടെ നോക്കിയിട്ടും പാറയാണ്, വിജയിക്കുന്നില്ല, ഞങ്ങൾ നോക്കിക്കോളി തന്നു. മഹാനായ കന്യാല മൗല നിർദ്ദേശ സ്ഥലത്ത് കിണർ കുഴിച്ചിട്ട് സുലഭമായി വെള്ളം ഇന്നും പട്ടിക്കാട് ജാമിഅ നൂരിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുക. ആ കന്യാല മൗല മൂപ്പർ നമ്മൾ സ്റ്റേജിൽ കൊണ്ടുനടന്നിട്ടില്ല, മൂപ്പർ നടന്നിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട സകലമായ ആളുകളെയും, ഈ ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കവും ഈ അസം സഖാഫി പൂക്കോട്ടൂരും ഉൾപ്പെടെയുള്ള നിരവധി കാന്തപുരം വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനികളായ പ്രൈവറ്റ് സെക്രട്ടറിമാരെ പോലെ പ്രവർത്തിച്ച ആളുകൾ ഉൾപ്പെടെയുള്ള ധാരാളം ആളുകൾ എങ്ങനെയാണ് സംസ്ഥയിലേക്ക് മാറിയത്? അദ്ദേഹത്തിന്റെ നേതൃത്വം. അദ്ദേഹം മാറാൻ കൽപ്പിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ചില നിർദ്ദേശങ്ങൾ, ആത്മീയമായ പ്രേരണകൾ, അവരൊക്കെ ഇതിന്റെ ഒപ്പ. എന്റെ പ്രിയപ്പെട്ടവരെ, വേണ്ട തൊട്ടപ്പുറത്ത് നോക്ക്, പാലക്കാട് ജില്ലയിലേക്ക് കടന്നാൽ പൊട്ടച്ചിറ അൻവരി അറബി കോളേജ്. പൊട്ടച്ചിറ അൻവരി അറബി കോളേജ് എന്ന വലിയ സ്ഥാപനം ഉണ്ട് അവിടെ. അൻവരി എന്നാണ് അവിടുന്ന് ബിരുദം. ഈ അൻവരി ആ കോളേജ് സ്ഥാപിച്ചത് പൊട്ടച്ചിറ ബീവി എന്നുള്ളൊരു മഹതിയാണ്. പൊട്ടച്ചിറ ബീവി എന്നാണ് ആരാ? സയ്യിദത്ത്, ഒരു അഹ്ലുബൈത്തിൽപ്പെട്ട ബീവി ഒന്നുമല്ല. മഹാനായ ജീരാനൂരി പാപ്പ എന്ന വലിയൊരു മഹാൻ അവിടെ ജീവിച്ചിരുന്നു. ഒരു വലിയ മഹാൻ. ജീരാനൂരി പാപ്പ എന്നാണ് ആർക്കും തർക്കമില്ലാത്ത അള്ളാഹുവിന്റെ സൂഫിയാണ്, വലിയാണ്. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകും, ചില ദിക്റൊക്കെ ചൊല്ലിക്കൊണ്ട്. മുതിർന്ന പ്രായം ചെന്ന ആൾക്കാർ അദ്ദേഹത്തെ കണ്ട ആൾക്കാർ. വലിയ കറാമത്തുള്ള വലിയ മഹാൻ. ആ മഹാനായ ബീരാനൂരി പാപ്പ ഒരു രോഗശമനം നേടിക്കൊടുത്തതിന്റെ ഫലമായിട്ട് ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീ ഇസ്ലാമതം സ്വീകരിച്ചതാണ് പൊട്ടച്ചിറ ബീവി. ബീവിക്ക് അസുഖം, എവിടെ പോയാലും ചികിത്സ ഉത്തരല്ല, സുഖാകൂലാണ് വിധി. അവസാനം ഈ അമുസ്ലിം വനിതയായ ഈ സഹോദരി ബീരാനൂരി പാപ്പാനെ കുറിച്ച് കേട്ട്, അദ്ദേഹത്തിന്റെ കറാമത്തുകളെ കുറിച്ച് കേട്ടിട്ട് അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹത്തെ സമീപിച്ച് തന്റെ ഈ ദുരന്ത വിഷയം അറിയിച്ചപ്പോൾ, തന്റെ ദൈന്യത അറിയിച്ചപ്പോൾ അദ്ദേഹം ചികിത്സിച്ചു. അവരുടെ രോഗം സുഖമായി, വലിയ സന്തോഷമായി. ആ സന്തോഷത്തിന്റെ പേരിൽ അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇതൊന്നും ഐതിഹ്യങ്ങളല്ല, കെട്ടുകഥകളല്ല, ഇന്നലെ നടന്ന ചരിത്രങ്ങളാ. ഇസ്ലാം മതം സ്വീകരിച്ചത് സദുവൃത്തയായ ഒരു ആഭിതത്തായി ജീവിച്ചു. എന്നിട്ട് അള്ളാന്റെ സംതൃപ്തി, പൊരുത്തം കരസ്ഥമാക്കാൻ വേണ്ടി മാത്രം പൊട്ടച്ചിറ അൻവരിയ കോളേജ് അവർ സ്ഥാപിച്ചതാണ്. ആ അൻവരിയ കോളേജ് സമസ്ത കേരള ജംഇയ്യത്തുൽ ദൗർഭാഗ്യകരമായ ഭിന്നത ഉണ്ടാകുമ്പോ 89 നമ്മുടെ സുഹൃത്തുക്കൾ മാറിപ്പോകുന്ന ഘട്ടത്തിൽ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു നേതൃത്വം കൊടുത്ത് അതിങ്ങനെ കൊണ്ടുപോയിരുന്നത്. കേസായി ഇങ്ങനെ മുന്നോട്ട് പോകുക. മറുവിഭാഗത്തിന്റെ പ്രിൻസിപ്പളും അധ്യാപകരും വിദ്യാർത്ഥികളും ഒരു സുപ്രഭാതത്തിൽ അവർക്ക് ഇറങ്ങിപ്പോകണം തോന്നി. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പ്രിൻസിപ്പാൾ പറഞ്ഞു കുട്ടികളോട്, നമ്മൾ സ്ഥാപനം പോവുക, ഇവിടുന്ന് പോവുക, ഇത് പ്രശ്നങ്ങളൊക്കെയാണ്, കേസും കൂട്ടമാണ് എന്ന് പറഞ്ഞ് ബാഗും സഞ്ചിയും കിതാബും അവരെങ്ങനെ ഇറങ്ങിപ്പോയി. നമ്മുടെ ആളുകൾ നല്ല കമ്മിറ്റി രൂപീകരിച്ച് അത് നന്നായി ഏറ്റെടുത്ത് ഭംഗിയായി നടത്തിക്കൊണ്ടുപോകുക. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ്. അള്ളാഹുവിന്റെ മഹാത്മാക്കളായ ഔലിയാക്കളും ആരിഫീങ്ങളും
ഈ ബർസഖിയായ ലോകത്ത് വെച്ച് ഇവിടെ ഇടപെടുന്ന ഇടപെടലുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മഹാനായ മർഹൂം സി എം അടൂർ വലിയുള്ളാഹി, ആർക്കും തർക്കമില്ലാത്ത അല്ലാഹുവിന്റെ സൂഫിയാണല്ലോ. ശംസുൽ ഉലമയുടെ ഇഷ്ട ശിഷ്യനാണ് സി എം അടൂർ വലിയുള്ളാഹി. മഹാനവറുകൾ ശംസുൽ ഉലമക്ക് വളരെ ഇഷ്ടപ്പെട്ട ശിഷ്യനാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കറാമത്തുകൾ പരക്കെ പ്രകടമാണ്. പരക്കെ പ്രകടം. ഞാൻ അനുഭവസ്ഥനാണ് ഒരു കറാമത്തിന്. SKS തുടങ്ങിയ കാലഘട്ടം അദ്ദേഹം സമസ്തയുടെ സ്ഥാപനം, സമസ്തയുടെ ഓഫീസ് തീരുന്ന ഫ്രാൻസിസ് റോഡിലാണ് അദ്ദേഹം താമസിക്കുന്നത്. മുപ്പത് സ്വന്തം വീട്ടിൽ നിന്നുള്ള താമസം, വീട് മടങ്ങൂല. അവിടെ ഒരു മുതലാട് വീട്ടിന്റെ മുകളിലത്തെ ഫ്ലോറിൽ ഇവരവിടെ അങ്ങനെ കിടക്കും, വിശ്രമിക്കും. ആളുകൾ വരും, സന്ദർശിക്കും, ദുആ ചെയ്യിപ്പിക്കും, പോകും. ആ വീട്ടുകാരന് മൂപ്പരെ കാണണമെങ്കിൽ 2 രൂപ കൊടുക്കണം. ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കും, കാണും, സംസാരിക്കും, സലാമാക്കും, പോകും. അങ്ങനെയൊക്കെ എന്റെ നാട്ടിലെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു നല്ല പണ്ഡിതൻ. SKS രൂപീകരിച്ച ആ കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും കോഴിക്കോടുള്ളത് കൊണ്ട് എന്നോട് ചോദിച്ചു, മോനെ മടവൂരിനെ അറിയോ? എനിക്കവിടെ പോകാനാണ്. ഞാൻ പേഴ്സണലായി അറിയൊന്നുമില്ല, പക്ഷെ ഉള്ള സ്ഥലമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു ദിവസം വരട്ടെ, എനിക്കൊന്നും നമുക്കൊന്ന് ഒരുമിച്ച് കാണാൻ പറ്റുമോ? ഞാൻ വലിയൊരു സങ്കടത്തിലാണ്. ആ മൂപ്പര് സങ്കടം എന്താണെന്ന് വെച്ചാല്, മൂപ്പർക്ക് 4 പെൺകുട്ടികളുണ്ട്, 3 ആൺകുട്ടികളുണ്ട്. 3 ആൺകുട്ടികളും പണ്ഡിതന്മാർ, 4 പെൺകുട്ടികളിൽ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ച നല്ല പണ്ഡിതന്മാർ. 3ാമത്തെ പെൺകുട്ടി ഒരു ചെറിയ പ്രശ്നം. എന്താ പ്രശ്നത്താ? സ്കൂളിൽ പോകുന്ന സമയത്ത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു പുതിയ ചെരുപ്പ് വാങ്ങി ധരിച്ച്, അന്നത്തെ സ്കൂളിലേക്ക് അധികം നടക്കുക ഈ വണ്ടി യാത്രാ സൗകര്യമൊന്നുമില്ല. പുതിയ ചെരുപ്പ് ധരിച്ചൊരു പ്ലാസ്റ്റിക് ചെരുപ്പ് ധരിച്ചപ്പോൾ കാലിന്റെ പുറംകാൽ ചെറിയൊരു മുറിവ് വന്നു. സാധാരണ വരാറുണ്ട് മുറിവ് ഉണങ്ങി, പക്ഷെ ഉണങ്ങിയപ്പോൾ ചെറിയൊരു വെളുപ്പ് അവിടെ വെള്ള. പിന്നെ ആ വെള്ളം ഇങ്ങനെ വ്യാപിച്ചത് വെള്ളപ്പാണ്ടായി മാറി കുട്ടിയുടെ കാലിൽ. അത് കാലിന്റെ കണ്ണൻകാലിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. കാലിന്റെ താഴ്ഭാഗത്ത് പോലും വ്യാപിച്ചു, വെള്ള നിറം. ഒരുപാട് ചികിത്സ അദ്ദേഹം നടത്തി. അദ്ദേഹം പറയാം സുഖം ഒരു വ്യത്യാസമില്ലാതെ. മാത്രമല്ല എന്നോട് പറഞ്ഞു, മോനെ ഞാൻ അവസാനം ചികിത്സ പാണ്ടിക്കാലത്തെ ഇന്ന ഹോമിയോ ഡോക്ടറായിരുന്നു, 2 കൊല്ലമായി അയാളെ ചികിത്സ. നീ വായിച്ചില്ലേ പത്രത്തിൽ സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്ത ഡോക്ടർ ആ പാണ്ടിക്കാലത്തെ ഹോമിയോ ഡോക്ടറാണ്. മൂപ്പർ ചികിത്സയായിരുന്നു. മൂപ്പരും പോയി. ഇനി ഞാൻ എന്താ ചെയ്യാ? മടകുറുസ്ഥാണ് പറഞ്ഞു നോക്കട്ടെ, ദുആ ചെയ്യിപ്പിക്കാൻ. അങ്ങനെ എന്റെ കൂടെ വന്നു. ഞാൻ ഇതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ ആദ്യമായിട്ട് മടകുറുസ്ഥാൻ ഞാനും വന്നാണ് കാണുന്നത്. 2 രൂപ കൊടുത്തു, ക്യൂരിൽ നിന്നു. അദ്ദേഹം ദയനീയമായി തന്റെ മകളെ സ്ഥിതി അദ്ദേഹത്തിന്റെ മുമ്പിലെത്തിയപ്പോൾ അവതരിപ്പിച്ചു. തിരക്ക അപ്പത്തിന് ബാക്കിൽ നിന്ന് ആൾക്കാർ തിരക്കുന്നുണ്ട്. ഇങ്ങനെയാണ് രോഗം എന്ന് പറഞ്ഞപ്പോ, ഉസ്താദെ എന്റെ ഈ മോളെ കല്യാണം ചെയ്തേക്കണ്ടേ, കല്യാണം വരുന്നുണ്ട്, പക്ഷെ ധൈര്യമില്ല കല്യാണം ചെയ്യാൻ. ഇത് പറഞ്ഞാൽ കല്യാണം നടക്കൂല, പറയാതിരുന്നാലോ പിന്നെ പ്രശ്നമാകും. എന്ത് ചെയ്യും ഞാൻ? എനിക്ക് നല്ലൊരു പണ്ഡിതനെ കൊണ്ട് തന്നെ ഈ മോളി കല്യാണം കഴിക്കുന്ന ആഗ്രഹമുണ്ട്. ഇങ്ങനത്തെ ഒരു രോഗത്തിലാണെന്ന് ഒറ്റ വാക്ക അദ്ദേഹം. അത് വേണ്ട, അത് വേണ്ടെന്ന് അദ്ദേഹത്തിന്റെ നാവുകൊണ്ട്. ഇദ്ദേഹത്തിന് സമാധാനാകട്ടെ. അദ്ദേഹം തങ്ങളുടെ ദ്വാരക്കണം, അത് വേണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മഹാന്മാരായ ആളുകളുടെ പ്രത്യേകതയാണ് അവരെ നാവുകൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ പടച്ച റബ്ബിനവരോടുള്ള ആദരവ് കൊണ്ട് ആ വാക്ക് അല്ലാഹു നടപ്പാക്കുന്നു. അതാണ് മഹാത്മാക്കളുടെ പ്രത്യേകത. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, അനിഷേധ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസുകളുടെ ഗ്രന്ഥമാണോ സ്വഹീഹുൽ ബുഖാരി. മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അൻസാരികളായ 2 മുസ്ലിം പെൺകുട്ടികൾ തമ്മിൽ തർക്കമുണ്ടായി, പ്രശ്നമുണ്ടായി, വാക്കേറ്റമുണ്ടായി. അവസാനം പൊരിഞ്ഞ തല്ല് 2 പെൺകുട്ടികൾ. അവസാനം ഒരു പെൺകുട്ടി ഒരു കല്ലെടുത്ത് മറ്റേ പെൺകുട്ടിയുടെ മുഖത്തൊരൊറ്റ ഇടി. ആ പെൺകുട്ടിയുടെ പല്ല് പൊട്ടി. പല്ല് പൊട്ടിയപ്പോ പല്ല് പൊട്ടിച്ച പെൺകുട്ടി ആരാണെന്നോ? ഈ പൊട്ടിച്ച ആള്, പൊട്ടിച്ച പെൺകുട്ടി മഹാനായ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സ്വഹാബിയുടെ സഹോദരിയാണ്. കേസായല്ലോ. നമ്മുടെ നാട്ടിലെ കേസ്, നമ്മളൊരു കോടതി പോകും, കുറെ കാലം കഴിഞ്ഞൊരു വിധി വരും, അപ്പൊ അപ്പീൽ കൊടുക്കും. പിന്നെ കുറെ കാലം കഴിഞ്ഞ് വിധി വരും, വീണ്ടും അപ്പുറത്തൊരു അപ്പീൽ കൊടുക്കും. അങ്ങനെ നമ്മൾ മരിച്ചുകൊടുക്കുന്ന ഫൈനൽ വിധി ആവും. എപ്പോഴും ബാബരി മസ്ജിദിന്റെ കേസ് നമ്മൾ കോടതി നടക്കുക. നമ്മുടെ രാജ്യത്തെ സംവിധാനം അങ്ങനെ കോടതിയെ അധിക്ഷേപിക്കല്ല. ഇസ്ലാമിക കോടതി തത്സമയം വിധിയ. ഈ കേസ് നേരെ ഇലാ ഹദ്റത്ത് റസൂലുള്ളാഹി റസൂലുള്ളാഹിന്റെ തിരു ഹദ്റത്തിലെത്തി. അല്ലാഹുവിന്റെ റസൂൽ ഉടൻ വിധിച്ചു, അൽ ഐനു ബിൽ ഐനി എന്ന് പറയുന്ന സിന്നു ബിസ്സിന്നി, പല്ലിന് പകരം പല്ല്. ഈ മുൻപല്ല് ഈ പെൺകുട്ടിയുടെ പല്ല് പൊട്ടിച്ചു, പകരം ഈ പെണ്ണിന്റെ കുത്തി പൊട്ടിച്ച പെൺകുട്ടിന്റെ പല്ലും തിരിച്ചു പൊട്ടിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ വിധിയായി. ആകെ തത്സമയം വിധി നടക്കും.
ഈ ഗൗരവതരമായ വിഷയം ഒരു ചെറുപ്പക്കാരിയായ ചുറുചുറുക്കുള്ള ഒരു പെൺകുട്ടി, കല്യാണപ്രായത്തിൽ പെൺകുട്ടിയുടെ ഭംഗിയുള്ള മുൻഭാഗത്തെ പല്ല് പൊട്ടിക്കപ്പെടുക എന്ന ഒരു മാരകമായ വിധിയാണ്. ഈ സംഭവവികാസം അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മഹാന്മാരായ സ്വഹാബികളിൽ പ്രമുഖനായ അനസ് ബിൻ റളിയല്ലാഹു അൻഹു അപ്പ സ്ഥലത്തില്ല, പിന്നീട് വിവരം പറഞ്ഞ് ഓടിയെത്തി നേരിട്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് റസൂൽ അള്ളാന്റെ റസൂലോട് വേഗം സലാം സരിയത്തഹായ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ എന്റെ പെങ്ങളെ പല്ല് പൊട്ടിക്കണം ഞാൻ തീരുമാനിച്ചു വെച്ചു. അനസെ കിതാബുല്ലാഹ് ഖിസാസ്, അള്ളാന്റെ ഖുർആന്റെ വിധിയാണ് ഞാൻ കൊടുത്തത്. ഖുർആന്റെ വിധി പറഞ്ഞ പകരം കണ്ണിന് പകരം കണ്ണ്, ചെവിക്ക് പകരം ചെവി, തലക്ക് പകരം ഒക്കെ ആ അവയവത്തിന് പകരം അവയവ. അപ്പൊ പല്ല് ഇവിടെ പൊട്ടിച്ചു, അംഗീകരിച്ചു, സാക്ഷ്യം ആവശ്യമില്ല, അവരെ സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ തിരിച്ചു പല്ല്, ഇതന്നെ വിധി. ഇത് കേട്ടപ്പോ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു തന്റെ നാവ് കൊണ്ടൊരു വാക്ക് പറഞ്ഞു, വല്ലാഹി ലാ തുകസ്സർ സനിയത്തുഹാ യാ റസൂലല്ലാഹ്. ഇതൊക്കെ ഒരു ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ സുന്നത്ത് ജമാഅത്തിന് മനസ്സിലാക്കേണ്ട വിഷയം, സമസ്തയെ മനസ്സിലാക്കേണ്ട സാഹചര്യമാണ്. മഹാനായ അനസ് ബിൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി അള്ളയാണ് സത്യം, ആ ഒരു വൈകാരികതയിൽ പറഞ്ഞു പോയതല്ല, തുകസ്സർ സനിയത്തുഹാ യാ റസൂലല്ലാഹ്, എന്റെ പെങ്ങളെ പല്ല് പൊട്ടിക്കപ്പെടൂല. അല്ലാഹുവിന്റെ റസൂലാ വിളിച്ചിട്ടുള്ളത്. പക്ഷെ മഹാന്റെ നാവ് കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയില്ല. സ്വഹീഹുൽ ബുഖാരിയിലെ വചന ഒരു മുജാഹിദും ഒരു ജമാഅത്തും നിഷേധിക്കാത്ത ഹദീസാ. വിധി നടപ്പാക്കേണ്ട സാഹചര്യം വന്നു. അനസ് റളിയല്ലാഹുവിന്റെ പെങ്ങളുടെ പല്ല് പൊട്ടിക്കപ്പെടാൻ പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വിധി നടപ്പാക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് പല്ല് പൊട്ടിപ്പോയ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ ഹബീബിനെ സമീപിച്ചുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഞങ്ങൾ ആ പെൺകുട്ടിക്ക് മാപ്പ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടിയാൽ മതി, പകരം പല്ല് പൊട്ടിക്കേണ്ടതില്ലെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇരുന്ന് വികാരഭരിതനായി. നോക്ക, അനസ് പറഞ്ഞില്ലേ, അനസിന്റെ നാവ് കൊണ്ട് വല്ലാഹി ലാ തുകസ്സറു സനിയത്തുഹാ റസൂലല്ലാഹ്, അള്ളാണ് സത്യം, എന്റെ പെങ്ങളെ പല്ല് പൊട്ടിക്കപ്പെടൂല. ഈ വാക്ക് വരെ വന്ന് പറഞ്ഞപ്പോ തങ്ങളോട് ഒന്ന് ഞാൻ മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ പറയുന്ന വാക്കാണ്, ഇന്നലില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അള്ളാഹുവിന് ഈ ഭൂമിയിൽ ചില അടിയാറുകളുണ്ട്, ആ അടിയാറുകൾ ഉറപ്പിച്ചും തറപ്പിച്ചും സത്യം ചെയ്ത ഒരു കാര്യം പറഞ്ഞാൽ അവരോടുള്ള ബഹുമാനം കൊണ്ട് ആ വാക്ക് അള്ളാഹു നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. മഹാന്മാരെ നാവ് കൊണ്ട് വേണ്ടെന്നാ വേണ്ട, അത് പൊട്ടൂല. മഹാനായ സി എം മടവൂർ വലിയുള്ള പറഞ്ഞത് ഞാൻ സാക്ഷിയാ, അത് വേണ്ട. ഈ വെള്ളപ്പാണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്നും ആളുകളുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ വെള്ളപ്പാണ്ട് ഒരു പക്ഷേ ചരിത്രത്തിൽ ഈസാ നബി അലൈഹിസ്സലാം വെള്ളപ്പാണ്ട് സുഖമാക്കിയിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗചികിത്സ നടത്തി സുഖമായ ഒരു കേസ് ഇതായിരിക്കാം. ഈ കുട്ടിയുടെ കാല് ഒരു ചികിത്സയില്ല, ഒരു 3 മാസം കൊണ്ട് മാഞ്ഞു തുടങ്ങി, ക്രമേണ മാഞ്ഞു പോയി, സമ്പൂർണമായി സുഖമായി. ആ പെൺകുട്ടിയുടെ കല്യാണം പിന്നെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഇപ്പൊ 4 മക്കളുണ്ട്. അവരുടെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് നാട്ടിലെ സംഭാവന എനിക്കറിയാം. വളരെ ഹാപ്പിയായി ജീവിക്കുന്നു, നല്ല കുടുംബജീവിതം, നല്ലൊരു പണ്ഡിതനെ കൊണ്ട കല്യാണം കഴിഞ്ഞത്, സുഖമായി ജീവിക്കുന്നു. അത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആരിഫീകൾ. ആ മഹാനായ സി എം മടവൂർ വലിയുള്ള സമസ്ത കേരള ജംഇയ്യത്തുലമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മഹാനായിരുന്നു. മാത്രമല്ല മഹാനായ ശംസുൽ ഇ.കെ. ഉസ്താദിന്റെ പ്രഗത്ഭനായ ശിഷ്യനായി. ഇവരൊക്കെ ആ തരത്തിലുള്ള മഹാത്മാ. ഇതാണ് ഇതിൽ സ്ഥാപിച്ച ആളുകൾ. മഹാനായ മർഹൂം ഷൈഖുന ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു ബറകതഹുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഒക്കെ ഇമാതിരി ആൾക്കാരെ സുഹൃത്തുക്കൾ. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നിങ്ങളെ ഈ അടുത്തൊരു സ്ഥലത്തേക്കാണ് കല്യാണത്തിന് വിളിച്ചത്. ഇതൊക്കെ ഇപ്പൊ അടുത്തുള്ള സംഭവമല്ലേ. ബാപ്പു മുസ്ലിയാർ കല്യാണത്തിന് ക്ഷണിച്ചു, ഞാൻ വരാന്ന് വെച്ചു. അന്ന് ഫോണും കാര്യമൊന്നുമില്ല, തങ്ങൾ മൂപ്പര് വരുന്നില്ല. പക്ഷെ കല്യാണത്തിന് ക്ഷണിച്ച മൂപ്പര് പറഞ്ഞിരുന്നു, ഞാൻ വന്നിട്ട് ചോറ് വിളമ്പിയാൽ മതി. ഇവിടെ ആൾക്കാരിങ്ങനെ തിരക്കായി വന്നിട്ടുണ്ട്, ഉസ്താദ് എത്തിയിട്ടില്ല, വടച്ചോനെ ചോറ് വിളമ്പാൻ എന്താ പറ്റുക. അദ്ദേഹം വൈകി എത്തുന്നു, നേരെ ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അദ്ദേഹം കറി വെച്ച ഭാഗത്തേക്ക് പോയിട്ട് ആ ചെമ്പ് തുറക്കാൻ പറയുന്നു, തുറക്കുന്നു. ആ ചെമ്പിൽ ഒരു പാമ്പ് ഇങ്ങനെ ചത്തി ലയിച്ചിങ്ങനെ കിടക്കുന്നുണ്ട്. അവന്റെ മുകളിലെ മാവിൽ നിന്ന് പുക തട്ടിയിട്ടോ മറ്റോ വീണ് ലയിച്ചു പോയേക്കാം. അതിൽ ഒഴിവാക്കി കഴിഞ്ഞിട്ട് ചോറ് വിളമ്പിക്കൊള്ളുന്നു. ഇവരാണ് നമ്മുടെ മഹാന്മാർ. ഇവരൊക്കെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ നായകത്തിന്. ആ തരത്തിലുള്ള മഹാന്മാർ മാത്രം. ഞാൻ പറയട്ടെ, ഉസ്താദുൽ അസാത്തീദ് റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, അവരുടെ ദറജയും അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നമുക്കൊക്കെ എന്തൊരു സന്തോഷം സംഘടന പ്രവർത്തിക്കാൻ. കണ്ണിയത്ത് ഉസ്താദാ പ്രസിഡന്റ്, ശംസുലമയാണ് സെക്രട്ടറി,
ഉസ്താദ് KV കോറ്റിനാട്, KK അബൂബക്കർ ഹസ്രത്ത്, CH ഹൈദറസ് മുസ്ലിയാർ, KT മാനു മുസ്ലിയാർ, അണ്ടോൺ അബ്ദുൽ മുസ്ലിയാർ ഒക്കെ വിശുദ്ധിയുടെ നിറകുടങ്ങൾ. വിശുദ്ധിയുടെ നിറകുടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ പറയുന്ന ആലങ്കാരിക പ്രയോഗങ്ങളല്ല. അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്യാത്ത പരമപരിശുദ്ധമായ ജീവിതം നയിച്ച മഹാൻ കണ്ണിയത്ത് ഉസ്താദിന്റെ മഹത്ത്. അവരൊക്കെ നാൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അത് എഴുതി വച്ചിരിക്കുന്നു. അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ശിഷ്യൻ സ്മരണയിൽ എഴുതി വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവം, അദ്ദേഹത്തിന്റെ മകൻ നാട് വിട്ടുപോയി. പണ്ടൊക്കെ വീട്ടിൽ തെറ്റിയാൽ, ഉമ്മാനെ ഇപ്പാനായിട്ട് തെറ്റിയാൽ മക്കൾ ദേഷ്യം പിടിച്ച് നാട് വിട്ടുപോകും. ഇന്ന് നാട് വിട്ടുപോയിട്ട് കാര്യമില്ല, മൊബൈൽ എവിടെയുള്ളത് നോക്കിയിട്ട് തത്സമയം ആളെ കയ്യോടെ പിടികൂടി പോലീസ് തിരിച്ചു കൊണ്ടുവരും. അന്നൊരു പരിപാടി. അങ്ങനെ പോയാൽ തിരിച്ചു വരാത്ത എത്രയോ ആൾക്കാരുണ്ട്. അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മകൻ നാട് വിട്ടിട്ട് വല്ലാത്ത സങ്കടം. ഒരു വിവരം കിട്ടുമല്ലോ പോയാലെന്ന്. വീട്ടിൽ ഭാര്യ, കുട്ടിന്റെ അമ്മ ഭക്ഷണം കഴിക്കുന്നില്ല. ദിവസങ്ങളായി ഒരുപാട് പ്രയാസപ്പെട്ടു. എല്ലാവർക്കും സങ്കടം. മോന് എന്ത് പറ്റിപ്പോയി, തിരിച്ചു വന്നെങ്കിൽ ഒരുപാട് ദുആ ചെയ്തു, ഫലല്ല. അവസാനം ഇപ്പറഞ്ഞ CM അടവൂർ വലിയവാരുടെ അടുത്ത് പോയി അദ്ദേഹം എഴുതി വെച്ചില്ല. CM അടവൂർ പറഞ്ഞു, നിന്റെ മാൻ തിരിച്ചു വരുന്ന ഒറ്റ വാക്ക. ദിവസങ്ങൾ കാത്തിരുന്നു, മോന്റെ ലക്ഷണമല്ല തിരിച്ചു വരുന്നേ. വീട്ടിൽ ഭാര്യ, കുട്ടിന്റെ ഉമ്മ വളരെ സങ്കടത്തിലാണ്. കിടപ്പ. ഈ സങ്കടം കാണാൻ കഴിഞ്ഞില്ല അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക്. അബ്ദുൽ ഖാദർ മുസ്ലിയാർ നേരെ കണ്ണിയത്ത് ഉസ്താദ്, സ്വന്തം ഉസ്താദ്, ആ ഉസ്താദിന്റെ അടുത്ത് പോയി വാഴക്കാട് അവിടെ നിന്ന് പറഞ്ഞു. വാഴക്കാട് ദർശനത്തിൽ നിന്നിട്ട് ഉസ്താദിനെ സമീപിച്ച് സലാമന്റെ ഉസ്താദിനോട് ഈ സങ്കടം പറഞ്ഞു. ഉസ്താദെ, എന്റെ മോന് പോയിട്ട് വലിയ പ്രയാസത്തില്ല, വീട്ടിൽ എനിക്ക് ചെല്ലാൻ പറ്റുന്നില്ല, വീട്ടിൽ ഭാര്യ അന്ന് തുടങ്ങിയ കിടപ്പാണ്, എഴുന്നേൽക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനെ പ്രയാസം, എല്ലാവരും സങ്കടത്തിലാണ്. മരിച്ചാൽ പിന്നെ മരിച്ചു വന്നിട്ട് വരുമോ അല്ലേ ഒരു ആശങ്ക. ഇങ്ങനെ പോവുക. തിരിച്ചു വരാൻ ഒന്ന് ദുആ ചെയ്യണം. കനുസാ പറഞ്ഞ അപ്പത്തെ ദുആ ചെയ്യും. നിന്റെ മകൻ തിരിച്ചു വരാൻ ഹൈറാണെങ്കിൽ അല്ലാഹു തിരിച്ചു വരാൻ തോന്നിപ്പിക്കട്ടെ. നമ്മൾ വേഗം ദുആ പറഞ്ഞ് പൂർത്തിയാക്കി സലാത്തും സലാം ചൊല്ലി നിർത്തും. ഞാനൊക്കെ അനുഭവസ്ഥല. അങ്ങനെ അവിടുന്ന് ദുആ ചെയ്ത് അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയാണ്, ഞാൻ വാഴക്കാടുന്ന ആ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി റോട്ടിക്ക് ഇങ്ങനെ ഇറക്കുക. അപ്പുണ്ട് കണ്ണീർ വിളിക്കുന്നത്, അബ്ദുൽ ഖാദർ എവിടെ വാ. അദ്ദേഹം പറയാണ്, ഞാൻ ചെന്നപ്പോ കണ്ണിയത്ത് ഉസ്താദ് എന്നോട് പറഞ്ഞത്, നിന്റെ മോന് 6 ദിവസത്തിനകം തിരിച്ചു വരും, പോയിക്കോ. 6ാമത്തെ ദിവസം മോന് തിരിച്ചെത്തിയെന്ന് അനുഭവം അതാ എഴുതി വെച്ചിരിക്കുന്നു. ആരാണ് അവർക്കൊക്കെ മെസ്സേജ് കൊടുക്കുന്നത്? എന്റെ സുഹൃത്തുക്കളെ, ഔലിയാക്കൾക്ക് വഹി കിട്ടുന്നത് പോലെ ഔലിയാക്കൾക്ക് സന്ദേശം, ഇൽഹാം കിട്ടുമെന്ന് വിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത്, വിശുദ്ധ നബിവചനങ്ങളാണ് പഠിപ്പിക്കുന്നത്. അമ്മാതിരി മഹാത്മാക്കളാണ് സമസ്ത കേരള കമ്മ്യൂണിറ്റി നമുക്ക് നേതൃത്വം നൽകി, നായകത്വം നൽകി മുന്നോട്ട് നയിച്ചത് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അഭിമാനത്തോടുകൂടി ധൈര്യമായിട്ട് ഈ പാതയിൽ ഉറച്ചു നിൽക്കുക. ആ കണ്ണിക്കുസ്താന്റെ നാവ് കൊണ്ട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. ആ വാക്കൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, പ്രകടമായി കണ്ടുകൊണ്ടിരിക്കുക. അള്ളാഹു വരെ മുഖം കെടുത്തട്ടെ എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. ഞാനൊക്കെ ദൃക്സാക്ഷിയാണ്. കോഴിക്കോട് മുതലക്കുളത്ത് വെച്ച് 10,000 സാക്ഷി നിർത്തി 1988 ഡിസംബർ 23 എന്റെ ഓർമ്മ. ആദ്യത്തെ മഹാസമസ്ത വിശദീകരണ സമ്മേളനത്തിൽ അദ്ദേഹം ദുആ ചെയ്തിട്ട് മൈക്ക് വാങ്ങി അദ്ദേഹം തന്നെ സ്വയം പറഞ്ഞു. അത് ഈ മലപ്പുറത്ത് നടന്ന സുന്നി മഹാസമ്മേളനത്തിൽ അതേ വാക്ക് അദ്ദേഹം ആവർത്തിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ അനന്തര ഫലം ഇന്നെങ്ങനെ അവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലത്തും ഓരോ പരിപാടി വെച്ചാൽ എത്ര പെട്ടെന്നാണ് തിരിച്ച് മറുപടി വെച്ചിരുന്ന സുഹൃത്തുക്കൾ. നമുക്ക് മാത്രം മുജാഹിദൊക്കെ വെക്കാൻ കാത്തിക്കുക, അപ്പോഴേക്ക് തിരിച്ച് മറുപടിയോട് മറുപടി. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് മറുപടി പറയാൻ കഴിയാത്ത സ്ഥിതിവിശേഷം കൃത്യമായി അവർക്ക് മറുപടി പറയാനുള്ള മർമ്മത്ത് കത്തിവെച്ച് കഴിഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകൾ വഫാത്തോടുകൂടി അവസാനിച്ചു പോകും എന്നവർ പറഞ്ഞുപോയി. അങ്ങനെ പറയേണ്ടി വന്നത് ഈ മുടിയുമായി ബന്ധപ്പെട്ട മുടിക്ക് ഇപ്പൊ പ്രത്യേകത, നിഴലില്ലാത്തപ്പോ പ്രശ്നമാക്കി, നിഴലുള്ള പ്രശ്നമാക്കേണ്ട, ആ ജീവിച്ചിരിക്കുന്ന കാര്യത്തെ മഹത്വമുള്ളൂ എന്ന് പറഞ്ഞുപോയി. അതിനുവേണ്ടി മഹാന്മാരായ പ്രവാചകന്മാരുടെ മുഅ്ജിസത്ത് വഫാത്തോടുകൂടി അവസാനിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ നബി തങ്ങളുടെ മുടിക്ക് പ്രത്യേകത ഇല്ലാത്ത നോക്കേണ്ട, അന്നുണ്ടായിട്ട് ഇപ്പൊ ഉണ്ടാകണമെന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം പച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാന്മാരായ അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകൾ വഫാത്തോടുകൂടി മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മരണാനന്തരം എങ്ങനെയാണ് സഹായിക്കാൻ സാധിക്കുക, എങ്ങനെയാണ് നിങ്ങൾക്ക് സഹായം തേടാൻ സാധിക്കുക എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കാത്ത സാഹചര്യം ഒരു ഭാഗം. മറുഭാഗത്ത് നമ്മുടെ ആ സുഹൃത്തുക്കൾക്ക് അഥവാ മുജാഹിദോ ജമാഅത്തിനോ മറുപടി പറഞ്ഞാൽ 1000 സ്വപ്നത്തിന്റെ കഥകളും ക്ലിപ്പുകളും ഇട്ട് ഇപ്പുറത്തോട്ട് ഇറങ്ങി വരും.
മുജാഹിദ് കൊണ്ടുവരാൻ നമ്മളെ അല്ല. ഇതിന് പറയും മറുപടി ആളുകൾ. അപ്പൊ മൊത്തത്തിൽ മറുപടി പറയാൻ പറ്റാത്ത ഒരു സംവിധാനം, ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല. കാരണം നമ്മളൊക്കെ ഒരുപാട് ശാഖകളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദ് വന്ന് പ്രസംഗിച്ചാൽ തിരിച്ച് അപ്പം തന്നെ ചാടി വീണ് മറുപടി വെച്ചിരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പറയാണ് SKSFന്റെ കുട്ടികളോട്, എടാ നിങ്ങൾ മറുപടി ഇപ്പോ മുജാഹിദ് അതിന്റെ ഇങ്ങനെ അല്ല, ഞങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും സഹായം ചെയ്തു തരാം. ഈ ഒരു അവസ്ഥാവിശേഷം ഞാൻ അവരെ അധിക്ഷേപിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി പറയാണ്. മഹാന്മാർ പറഞ്ഞാൽ ആ പറഞ്ഞ വാക്ക് ഫലിക്കുന്ന ആ തരത്തിലുള്ള ആദരണീയരായ വലിയ കറാമത്തിന്റെ ഉടകളായ അള്ളാഹുവിന്റെ സൂഫിയാക്കളും ഔലിയാക്കളും ആരിഫികളും നേതൃത്വം കൊടുത്ത ഒരു വലിയ സംവിധാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സംവിധാനം ഭദ്രമായി മുന്നോട്ട് പോകും. അതിനെതിരുള്ള സംവിധാനങ്ങളൊക്കെ താൽക്കാലികമായി നിലനിൽക്കും, ശാശ്വതമായി നിലനിൽക്കില്ല. നമുക്കതിന്റെയൊക്കെ അനന്തര ഫലങ്ങൾ കാണാം. ഈ വലിയ സംവിധാനത്തിന്റെ ഭാഗമാക്കാൻ സാധിച്ചതിൽ നമുക്കൊക്കെ അഭിമാനിക്കാം. നമ്മുടെ മാർഗം സത്യസന്ധ എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മാർഗത്തിൽ നായകത്വം നൽകിയ മഹാന്മാരൊക്കെ നന്നായി മരിച്ചു പോയത് ഇജാബത്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ ആളുകളൊക്കെ തന്നെ ഇരിക്കുന്ന നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. നമ്മളൊക്കെ സത്യസന്ധ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ നമുക്കൊന്നും ആരോടും വൈരാഗ്യമല്ല, വിദ്വേഷമല്ല. അള്ളാന്റെ ദീൻ സുന്നത്ത് ജമാഅത്ത് വളരണം, അതിന് നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന ചെയ്യായി ഒരു ചിന്ത. എത്ര സത്യസന്ധമായ പോക്കാണ്. നമ്മളെ കൂടുതൽ ആളുകൾ എത്ര നന്നായിട്ടാണ് മരിച്ചു പോകുന്നത്. ഈ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ ഉപ്പ സയ്യിദ് ഉമർ ശിഹാബ് തങ്ങൾ മരിച്ചു പോയതെങ്ങനെ? അവർ ദൃക്സാക്ഷിയാണ്. മഹാനായ ശംസുറമ വഫാത്തായതെങ്ങനെ? ചുറ്റും കൂടി നിൽക്കുന്ന നമ്മുടെ ഒരുപാട് ആളുകൾ ദൃക്സാക്ഷികളാണ്. ഉസ്താദ് കേട്ട് മാനൂസിയർ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ മുജാഹിദിനെതിരെ, ജമാഅത്തിനെതിരെ, വ്യാജ തരീഖത്തുകൾക്കെതിരെ, ഇത്തരത്തിലുള്ള വിഘടിത പ്രസ്ഥാനങ്ങൾക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തി നാടിലുടനീളം ഓടി നിന്ന് പ്രസംഗിച്ച് എഴുതി നടന്നിരുന്ന ഉസ്താദ് മാനൂസിയർ മരിച്ചത് ഞാൻ ദൃക്സാക്ഷിയാണ്. ഇതൊക്കെ മറച്ചു വെക്കാൻ പറ്റുമോ നമുക്ക്? ഉസ്താദ് മാനൂസിയർ 6 വർഷം മുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് നടന്ന സുന്നി മഹാസമ്മേളനം, ജംഇയ്യത്തുൽ ഉലമ ദിവസം 10-20 ലക്ഷം ആളുകളുടെ മഹാസമ്മേളനം. ആ സമ്മേളന നഗരിയിൽ ജനറൽ കൺവീനറാണ് സ്വാഗതം പറയേണ്ട മാന്യദേഹ. ഉച്ച മുതലേ നെഞ്ചുവേദനയുണ്ട്. കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. വൈകുന്നേരം 5 മണിക്ക് അദ്ദേഹം നിർബന്ധമായും ഡിസ്ചാർജ് വാങ്ങിച്ച് സമ്മേളനത്തിന് പോകാൻ ഡോക്ടർ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്തു. സമ്മേളനങ്ങൾ തൊട്ടടുത്തൊരു വീടുണ്ട്. ആ വീട്ടിലാണ് തങ്ങൾമാരും ഉസ്താദ്മാരൊക്കെ വന്നാൽ വിശ്വസിക്കുന്ന ആ വീട്ടുകാർ ഒഴിവാക്കി കൊടുത്തില്ല. സമസ്തയുള്ള സ്നേഹം. അവർ വേറെ സ്ഥലത്ത് പോയി താമസിക്കുക. മഗ്‌രിബിന് തൊട്ടു മുമ്പ് തന്നെ ആദരണീയ നേതാക്കളൊക്കെ സ്റ്റേജിലേക്ക് പോയി. ഉസ്താദ് മാനൂസിയർക്ക് നല്ല പ്രയാസമുണ്ട്, അദ്ദേഹം റൂമിൽ കിടക്കുകയാണ്, ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാൻ ഞാൻ ദൃക്സാക്ഷിയാണ്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു മഹാനോട് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി എനിക്കിലേക്ക് മറക്കട്ടെ. അത്തിപ്പറ്റ ഉസ്താദ് ഇങ്ങനെ മന്ത്രിച്ചു കൊടുക്കുന്നുണ്ട്, ഒഴിഞ്ഞും കൊടുക്കുന്നുണ്ട്. മഗ്‌രിബ് കൊടുത്തു. തങ്ങൾ പറഞ്ഞു, മഹാന്മാരെ ഉസ്താദ് പറഞ്ഞു, മാനൂസിയരോടെ നിൽക്കട്ടെ, നിങ്ങൾ മഗ്‌രിബ് നിസ്കരിച്ച് വന്നോളൂ, ഞങ്ങൾ നടക്കാം. മഗ്‌രിബ് വാങ്ക് വിളിച്ചു. ഉസ്താദ് എഴുന്നേറ്റു, ഒദു ചെയ്തു, നിസ്കരിച്ചു. ഞാൻ ഇന്നും കണ്ണുകൊണ്ട് കാണുന്ന ഒരു ടാപ്പിൽ നിന്ന് ഒദു എടുത്ത് കാലൊക്കെ ഉയർത്തി വെച്ച് കഴുകി അദ്ദേഹം നിസ്കരിക്കാൻ നിൽക്കുന്ന ദൃശ്യം. ഞങ്ങൾ 5-6 ആളുകൾ ജമാഅത്തായി മഗ്‌രിബ് നിസ്കാരം നിർവഹിച്ചു. സമ്മേളനത്തിൽ പോകണോ പോകണ്ടേ അദ്ദേഹം ചോദിച്ചു. ഉസ്താദിന്റെ താല്പര്യം പോലെ ചെയ്യാറില്ല. എന്നാ പോയി നോക്കലേ, അത് പോയി നോക്കാം. സ്റ്റേജിൽ വന്നിരുന്നു, ദീർഘനേരം ഇരുന്നു. സമ്മേളനത്തിന്റെ മിക്ക ഭാഗവും സിംഹഭാഗവും കഴിഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റു, ഇങ്ങനെ പോകുകയെന്നു. ഒരു സമ്മേളന നഗരിയായതുകൊണ്ട് ആംബുലൻസ് റെഡിയാണ്. ഉസ്താദിന് നല്ല അസ്വസ്ഥതയുണ്ട്. ആംബുലൻസിൽ അദ്ദേഹത്തെ കയറ്റി നേരെ അദ്ദേഹം നടന്നുപോയ അദ്ദേഹത്തെ സ്ട്രക്ചറിൽ കിടത്തി. ഇപ്പുറത്തെ സീറ്റിൽ ഞങ്ങളും 5-8 ആളുകൾ കയറി മുന്നിൽ ഇരുന്നിട്ട് സ്പീഡിൽ ആംബുലൻസ് 5 മിനിറ്റെന്നോ 3 മിനിറ്റെന്നോ പറയത്തില്ല, 1-2 നിമിഷങ്ങൾ. നല്ല അസ്വസ്ഥത ഉസ്താദിന്. ഞങ്ങളിങ്ങനെ ഒഴിഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. ഉസ്താദ് പറഞ്ഞു, വെള്ളം 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 എന്ന് പറഞ്ഞു. പിന്നീട് എനിക്ക് ഓർമ്മ വന്നു, മഹാന്മാരായ പലരും എഴുതി വെച്ചിട്ടുണ്ട്, മരിക്കുന്ന സമയത്ത് കടലിന്റെ ബഹറിലെ മുഴുവൻ വെള്ളം കൊടുത്താലും തീരാത്ത ദാഹം ഉണ്ടാവും. ഞാൻ അനുഭവസ്ഥ ഉസ്താദിന്റെ ദൃശ്യം. ഉസ്താദ് പൊതുവെ വെള്ളം കൂടി വളരെ കുറവാണ്. അപ്പൊ ഭക്ഷണം കഴിച്ചാൽ ഒരു ചെറിയ ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് വെള്ളം കൊടുക്കുന്നു. അന്ന് ആ സ്റ്റേജിൽ വെച്ച് ഉസ്താദിന് ഒരുപാട് ചുടുവെള്ളം കൊടുത്തിട്ടുണ്ട്. കാരണം വേദന ശമിക്കാൻ വേണ്ടിയായിരിക്കും അദ്ദേഹത്തെ ചോദിച്ചു കുടിച്ചത്. എന്നിട്ട് വെള്ളം ഒരു മിനറൽ ബോട്ടിലുണ്ട്, അതിൽ വാട്ടറിന്റെ ബോട്ടിലുണ്ട്. ആ ബോട്ടിൽ പൊട്ടിച്ച് ഉസ്താദിന് കൊടുത്തപ്പോ ഉസ്താദിനെ വാങ്ങി സ്വയം ആ സ്ട്രെച്ചറിൽ നിന്ന് ഇരുന്നിട്ട് ഒരുപാട് കുടിച്ചിട്ട് ബോട്ടിൽ തന്നു. അത് കിടന്നിട്ട് അള്ളാഹു സാക്ഷിയാണ്, അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ 3 തവണ ഉറക്കട് കലിമ ചൊല്ലി, ഒരു ദിക്റ് പോലും പതുക്കെ മാത്രം ചെല്ലുന്ന ആ മഹാൻ 3 വട്ടം ഉറക്കട് കലിമ ചൊല്ലിയിട്ട് പല്ലിങ്ങനെ ഊരി, 2 സെറ്റ് പല്ല് ഫിറ്റ് ചെയ്താ ഊരിയിട്ട് വിനീതയുടെ കയ്യിൽ തന്നു. കണ്ണടച്ചു. ആരും അടച്ചു കൊടുത്തിട്ടില്ല. ആ വണ്ടി നിൽക്കുന്ന ഒരൊറ്റ മനുഷ്യന് മരിച്ചു എന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്നോട് അടുത്തിരിക്കുന്ന സുഹൃത്തുക്കൾ ചോദിച്ചു, ഇനി ഉഴിയണോ ചോദിച്ചു. കാരണം ഇപ്പൊ അടങ്ങി കിടക്കുക ഇല്ല, പുറഞ്ഞോണ്ട് ഉഴിയണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. 5-8 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിലെത്തി, നാഷണൽ ഹോസ്പിറ്റലിൽ. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ആരാ? പോയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞ സ്വഹീഹുൽ ബുഖാരിയുടെ അല്ലാഹുവിന്റെ റസൂലിന്റെ വചനമാണ്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അവൻ ആൾറെഡി സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ ഉസ്താദ് മാനംസ്കാർ കലിമ ചൊല്ലി മരിച്ചു. ഞങ്ങൾ 5-8 ആളുകൾ സാക്ഷി. ഈ മാർഗം ഹക്ക സഹോദരന്മാരെ. അതുകൊണ്ട് ശാന്തരായി നമ്മുടെ ശൈലി വളരെ ഫലം ചെയ്യും. അള്ളാഹുവിന്റെ വിനയാന്വിതരായ അടിമകളായി നമുക്ക് നമ്മുടെ ദീനീ പ്രവർത്തനവുമായി, സുന്നത്ത് ജമാഅത്തുമായി, നമ്മുടെ പള്ളിയും നമ്മുടെ മദ്രസയുമായി, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളുമായി നമുക്ക് ഈ മാർഗത്തിൽ അങ്ങനെ മുന്നോട്ട് പോകാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മെ സഹായിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട്, ദയാവായ്പ കൊണ്ട്, വാത്സല്യം കൊണ്ട്, കാരുണ്യം കൊണ്ട് നമുക്ക് ഈ സത്യസന്ധമായ മാർഗത്തിൽ നല്ല ആർജവത്തോടുകൂടി ധീരമായി മുന്നോട്ട് പോകാനും ഈ ദീനെ കെട്ടിപ്പടുക്കാൻ നമ്മുടെ സംഘടനയ്ക്ക് ശക്തിപ്പെടുത്താനും സഹായകമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കരുണാവാർദ്ധിയായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മരിച്ചുപോയ എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് ഈ നാട്ടിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും നമ്മുടെ ഗുരുവരന്മാർക്കും ഒക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരൊക്കെ സ്നേഹിക്കുന്ന പുണ്യം കൊണ്ട് അള്ളാഹു നമ്മളെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ ഇസ്സത്തിലാക്കി തരുമാറാകട്ടെ. 2 വീട്ടിലും അള്ളാഹു നമുക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ഈ സഹോദരന് ദുആ വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സദസ്സിന് ആശംസ അർപ്പിച്ചുകൊണ്ട് ഉസ്താദ് അബ്ദുൽ ബർ വാഫി സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ ഉസ്താദുമാരെ, സ്നേഹസമ്പന്നരായ നാട്ടുകാരെ, ഈ സദസ്സിൽ ആശംസ അർപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണർത്തുകയും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത ഈ സദസ്സിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ സദസ്സിൽ 2 വലിയ കാര്യങ്ങളാണ് ഇവിടെ സമർപ്പിക്കപ്പെട്ടത്. ഒന്ന്, നമ്മളെല്ലാം അടിയുറച്ച് വിശ്വസിക്കുന്ന നമ്മുടെ സമസ്തയെക്കുറിച്ചുള്ള ഒരു വിശദീകരണം. അതിന്റെ തൊട്ടുമുമ്പ് നമുക്കെല്ലാം മാതൃകയായി നമ്മുടെ ഒക്കെ ഈ നാട്ടുകാരനായ ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദിനുള്ള ആദരവ് നമ്മൾ പ്രകടിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിനുള്ള സ്വീകരണം, അദ്ദേഹം നൽകിയ സേവനങ്ങളെ നമ്മളിവിടെ മനസ്സിലാക്കുകയുണ്ടായി. ഈ മണ്ണ്, നിങ്ങളുടെ ഭൂമി, ഈ ആദർശേരി എന്ന് പറയുന്ന ഈ സ്ഥലം ഒരുപാട് നന്മകളുടെ കേന്ദ്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നിന്ന്, ഈ നാട്ടിൽ നിന്ന് ഇനിയും ഒരുപാട് ദീനീ സേവകന്മാരെ സൃഷ്ടിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും. സദസ്സിന് ആശംസ അർപ്പിച്ചുകൊണ്ട് കെ.പി. മുഹമ്മദ് മുസ്ലിയാർ സംസാരിക്കും. ഇതിനുശേഷം ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ സമാപന ദുആ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ. അസ്സലാമു അലൈക്കും. എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.